വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ കൊണ്ടുവരുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ശ്രദ്ധിക്കണം. പ്രാരംഭത്തിൽ 2 വാചകങ്ങളേ ഉള്ളൂ, മറ്റൊരു വാക്യമായിട്ട് തോന്നണ്ട. അത് 6-ന്റെ അവസാനമല്ല. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. 7-ാം വാക്യത്തിൻ്റെ പ്രാരംഭ വാചകം. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. എന്നാൽ എല്ലാവരിലും ഈ അറിവ് ഇല്ല. എല്ലാവർക്കും ബോധ്യമാകുന്ന വാചകങ്ങളാണ് ഇന്ന് രാത്രിയിൽ പറഞ്ഞത്. അതുകൊണ്ട് ദേശം കേൾക്കേണ്ടതിന് ഒരിക്കൽ കൂടെ ഞങ്ങൾ ദേശത്തോട് വിളംബരം ചെയ്യുന്നു. സുവിശേഷ യോഗത്തിൻ്റെ 2-ാം ദിനരാത്രിയാകുമ്പോൾ തന്നെ ദീർഘദിവസങ്ങൾ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ വേറിട്ടിരിക്കുന്ന ദൈവസഭയുടെ 20-ാമത്തെ രാത്രിയുമാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥന ഇതിൻ്റെ പിന്നിലുണ്ട്. ദേശത്ത് കേൾക്കുന്ന ശ്രോതാക്കൾ, നിങ്ങളുടെ ഹൃദയം സ്വർഗം ഉഴുതുമറിച്ച ഒരു നല്ല നിലം പോലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗം അവിടേക്ക് ഈ മഹത്വകരമായ വചനത്തെ പാകട്ടെ. വരും കാലങ്ങളിൽ അത് ഫലമായി കൊയ്തെടുക്കുന്ന ആത്മീയ നിക്ഷേപങ്ങളായി മാറട്ടെ എന്നും കൂടെ ഞാൻ ആശംസിക്കുകയാണ്. വാക്യം ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൻ്റെ പ്രാരംഭ വാചകങ്ങൾ. എന്നാൽ എല്ലാവർക്കും ഈ അറിവ് ഇല്ല. എല്ലാവരിലും ഈ അറിവില്ല എന്ന് സമർത്ഥിക്കുന്ന അനുഗ്രഹീതമായ വേദശകലമാണ് തുടർന്ന് നിങ്ങളുമായി വിചിന്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്യാൻ കണ്ണുകളടയ്ക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഒന്ന് കണ്ണുകളടച്ച ആത്മാർത്ഥതയോടെ ഒന്ന് സ്തോത്രം ചെയ്താലും നമുക്കൊരുമിച്ച് ഈ തിരുവെഴുത്തുകളുമായിട്ട് ഇന്ന് പകലിൽ ഈ സന്ധ്യയെങ്കിൽ യാത്ര ചെയ്യേണ്ടതുണ്ട്. തുടർന്നുള്ള നിമിഷങ്ങൾ പരിശുദ്ധൻ നമ്മെ അനയിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രം ചെയ്യട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്യട്ടെ. യേശുനാഥ യേശുനാഥ പാപപരിഹാര ദേവ ഓടിയകലും ഈ എങ്ങനെ തരണം ചെയ്യും നിന്റെ പൊന്മുഖം ഞാനും
കാഹളത്തിൻ ധ്വനി കേട്ടു വന്നാലും പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമേറിയ നല്ല രാത്രിക്കായി സ്തോത്രം. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ ദേശനിവാസികളെ, ഇതര മതത്തിൽ ആശ്രയിച്ച ഞങ്ങളുടെ സഹോദരങ്ങളെ ഒക്കെ ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യും. പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും അവയെല്ലാം അവഗണിച്ചുകൊണ്ട് അങ്ങയുടെ വചനം കേൾക്കേണ്ടതിന് കിടന്നു വന്ന ഞങ്ങളുടെ എല്ലാ ദൈവമക്കളെയും ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ വചനങ്ങൾ ആശ്വാസപ്രദമായി തീരാൻ സ്വർഗം ഞങ്ങളുടെ നടുവിൽ ഇറങ്ങുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങെടുക്കും, പ്രാർത്ഥന കേൾക്കും, യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി ശബ്ദമായി ദൈവത്തിന് ഹല്ലേലൂയ പാടാം. നല്ല രാത്രിയിൽ വായിക്കപ്പെട്ട തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഒരിക്കൽ കൂടെ ക്ഷണിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വേദവാക്യം. പ്രാരംഭവാചകം ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്: എന്നാൽ എല്ലാവരിലും ഈ അറിവ് ഇല്ല. ഞങ്ങളെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളും ഈ സന്ദേശത്തിന് അടിത്തറവാകുന്ന കുറിവാക്യത്തിൻ്റെ ചിന്തയിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. സുവിശേഷ യോഗത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. സുവിശേഷ യോഗം മറ്റു വ്യക്തികളെ ഹത്യ ചെയ്യുന്നതല്ല. സുവിശേഷ യോഗം ഇതര മതങ്ങളെ താഴ്ത്തിക്കെട്ടുന്നതല്ല. സുവിശേഷ യോഗം വർഗീയ കലാപമുണ്ടാക്കാൻ മനുഷ്യൻ്റെ അകത്തളങ്ങളിൽ വിഷവിത്ത് പായിക്കുന്നതല്ല. സുവിശേഷ യോഗം രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകാൻ അവരുടെ ചിന്താഗതികളിൽ എവിടെങ്കിലും മുറിപ്പാടുകൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയല്ല. സുവിശേഷം ഒറ്റവാക്കിൽ ഓർമ്മപ്പെടുത്തുന്നു: സർവ്വജനവും കേൾക്കേണ്ട മഹനീയമായ ഒരു സന്ദേശമാണ് സുവിശേഷം. ആ സുവിശേഷത്തിൽ മാത്രമേ മനുഷ്യൻ്റെ ആത്മരക്ഷ ഉള്ളൂ. ആ ആത്മരക്ഷയെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്രയും ബദ്ധപ്പാടുകൾ സഹിച്ചും ഈ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും ഈ സുവിശേഷ യോഗം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. എനിക്കറിയാം, ദീർഘമായിരിക്കുന്ന 21 ദിനരാത്രങ്ങൾ വേറിട്ട് ദൈവസഭയിരിക്കുന്ന പ്രാർത്ഥനയുടെ, ഉപവാസങ്ങളുടെ,
20-ാം രാത്രിയിൽ എൻ്റെ കയ്യിലേക്ക് ഈ മൈക്രോഫോൺ തരുമ്പോൾ എത്രയോ ആഴ്ചകൾ, എത്രയോ മാസങ്ങൾ പിന്നിൽ ഇതിനെ ഓർത്ത് കരയുന്ന ആഗ്രഹം മനസ്സിലങ്കുരിച്ചപ്പോഴേ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർ ഇതിൻ്റെ പിന്നിൽ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥനയും അവരുടെ ആഗ്രഹവും ഈ യോഗത്തെക്കുറിച്ച് അവരുടെ മനസ്സിൽ കാണുന്നത് ഒരു പാപിയെങ്കിലും മാനസാന്തരപ്പെടണം എന്നുള്ളതാണ്. അത് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കൾ, നിങ്ങളായിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഉള്ളം തുറന്ന് ദൈവത്തോട് ഹൃദയം നുറുങ്ങിക്കൊണ്ട് തന്നെ പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ യോഗങ്ങൾ ഓരോന്നും ആശീർവാദം പറഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടെ പിരിയുമ്പോൾ സ്വർഗത്തിലൊരു സന്തോഷമുണ്ടാകാൻ ഒരു വ്യക്തിയെങ്കിലും മാനസാന്തരപ്പെടണമേ എന്ന പ്രാർത്ഥനയുണ്ടാകണം. ദൈവത്തിന് ജാതിയോ മതമോ കുലമോ വർണ്ണമോ വർഗമോ ഇതൊന്നും പ്രശ്നമല്ല. മനുഷ്യനായി ഉലകത്തിൽ പിറന്നിരിക്കുന്ന ഏതൊരു മനുഷ്യനിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന പാപം അവനെ കൊണ്ടെത്തിക്കുന്ന ഒരു നിത്യദണ്ഡനമുണ്ട്, നിത്യയാതനാ സ്ഥലമുണ്ട്. അവിടേക്ക് മനുഷ്യൻ കൂപ്പുകുത്താതിരിക്കാൻ മാനവകുലത്തിന് സ്വർഗം വിഭാവനം ചെയ്ത മഹനീയമായ സന്ദേശമാണ് സുവിശേഷം. അതുകൊണ്ടാണ് ആരും വിളിക്കാത്ത ഇടങ്ങളിലും ഇടവഴികളിലും പെരുവഴികളിലുമൊക്കെയായി ഞങ്ങളെപ്പോലുള്ള സുവിശേഷ തൽപരരായ ദൈവഭൃത്യന്മാർ പ്രതിഫലം നോക്കാതെ ഏറ്റവും വലിയ പ്രതിഫലം വാങ്ങുന്ന ഒരുവനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവൻ്റെ സന്ദേശങ്ങൾ മാനവ ഹൃദയങ്ങളിലേക്ക് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാത്രിയിൽ ഈ സന്ദേശവും കേൾക്കുന്ന എല്ലാ പ്രബുദ്ധരോടും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ഈ സന്ദേശത്തിൻ്റെ ആദിയോടന്തം നിങ്ങളും ഞങ്ങളോടൊപ്പം ഒന്ന് യാത്ര ചെയ്യുക. ശരിയും തെറ്റും നിങ്ങളുടെ മുൻപിലേക്ക് വെച്ച് നൽകുമ്പോൾ ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ സ്വയം തിരഞ്ഞെടുക്കട്ടെ. നല്ലൊരു പാതയിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ആകണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് യാതൊരു നിലവാരത്തിലും മറ്റൊരു കളങ്ക ഉദ്ദേശത്തോടുകൂടെയല്ല. പക്ഷേ അതിൻ്റെ അവസാനം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതിനോട് മറുതലിച്ചു പോയാൽ ചെന്ന് ചേരുന്നത് നിത്യമായിരിക്കുന്ന ആർക്കും രക്ഷിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു നിത്യമായ വേദനകളിലേക്കും യാതനാ സ്ഥലങ്ങളിലേക്കും മനുഷ്യൻ ചെന്നെത്തും എന്നുള്ള കാര്യം മറക്കരുത്. പലപ്പോഴും മനുഷ്യനത് മറന്നു പോകുന്നതിൻ്റെ കാരണം മനുഷ്യൻ്റെ ധാരണ ഇവിടുത്തെ ഈ വാസത്തിലാണ്, ഇവിടുത്തെ സുഖദുഃഖങ്ങൾ സമ്മിശ്രമായിരിക്കുന്ന ഈ ജീവിതത്തിലാണ് സ്വർഗവും നരകവും എന്നൊക്കെ എവിടെ വെച്ചൊക്കെയോ കേട്ട ഒരു അബദ്ധ കഥകളിൽ മനുഷ്യൻ കുടുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കിട്ടിയ സൗഭാഗ്യങ്ങളൊക്കെയാണ് സ്വർഗമെന്ന് കരുതുന്നവരോട് പറയാം, അല്ല, മനുഷ്യനെ ദൈവം നിർമ്മിച്ചാക്കി വെച്ചിരിക്കുന്ന ഈ ശരീരം മാത്രമാണ് ഈ മണ്ണിൽ നിന്നും എടുത്തത്. അതിന് വാസം ചെയ്യാനുള്ള സാഹചര്യങ്ങളാണ് ദൈവം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ ആ ശരീരത്തിനകത്ത് ദൈവം വിലപ്പെട്ട ഒന്നാക്കി വെച്ചു. അതിൻ്റെ പേര് ആത്മാവെന്നാണ്. ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും ഇതര വിഭാഗത്തിൽപ്പെട്ട ഏതൊരു വ്യക്തിയാണെങ്കിലും മനുഷ്യനായി പിറന്നിരിക്കുന്ന ഏതൊരുവൻ്റെയും ഉള്ളിൽ ദൈവിക ആ ചിന്താഗതികളുള്ള ദൈവിക ബോധമുണർത്തുന്ന ഒരാത്മാവിനെ ദൈവമാക്കി വെച്ചിട്ടുണ്ട്. ആ ആത്മാവ് വാസം ചെയ്യുന്നതാണ് പുറമേ കാണുന്ന ഈ ശരീരം എന്ന് പറയുന്നത്. ഇതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവും സത്യത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്കില്ല എന്ന കാര്യവും കൂടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സന്ദേശത്തിൻ്റെ ഗൗരവത്തിലേക്ക് വരുന്നു. വേഗത്തിൽ ഈ സന്ദേശത്തിൻ്റെ ആഴം നിങ്ങളുടെ മനോമുഖരങ്ങളിലേക്ക് പങ്കുവെച്ച് ഞാനും യാത്ര പറയേണ്ടതുള്ളത് കൊണ്ട് വാക്യം നിങ്ങളുടെ മനസ്സിലേക്ക് പതിപ്പിക്കട്ടെ. കൊരിന്ത്യ ലേഖനം ധന്യനായിരിക്കുന്ന പൗലോസ് ലേഖ എഴുതിയപ്പോൾ 8-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ വിസ്തരിക്കുന്ന ഒരു മനോഹര പദപ്രയോഗം ഇങ്ങനെയാണ്: എല്ലാവരിലും ഈ അറിവ് ഇല്ല. ആ അറിവ് പലയിടങ്ങളിലും ആളുകളിൽ ഇല്ലാത്തത് കൊണ്ട് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പേക്കൂത്തുകൾ, മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ലോകത്തിലെ ഇതര ജീവികളിൽ നിന്നും മനുഷ്യൻ വ്യത്യസ്തനാണ്. പക്ഷേ ആ മനുഷ്യൻ മറ്റു മൃഗങ്ങൾ പോലും അറയ്ക്കുന്ന വെറുക്കുന്ന നിരവധി നരാധപത്വം ഏറിയ ഇടപാടുകളിലേക്ക് മനുഷ്യൻ ചെന്ന് കൂപ്പുകുത്തുകയാണ്. മനുഷ്യൻ ആരാണെന്നുള്ളത് മനുഷ്യൻ തിരിച്ചറിയാത്തത് കൊണ്ട് മനുഷ്യൻ ഇന്ന് വരുത്തി വയ്ക്കുന്ന നിരവധി ദുരന്തങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുകയാണ്. ദൃശ്യശ്രവണ മാധ്യമങ്ങൾ ഇന്ന് നമ്മുടെ വിരൽത്തുമ്പുകൾ കൊണ്ട് ചലിപ്പിച്ചാൽ എല്ലാം നമ്മുടെ കണ്ണിന് മുൻപിലേക്ക് വേഗത്തിൽ ഓരോന്നായി വരികയാണ്. ഓരോ വാർത്തകളും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മലയാളികൾ ചിന്തിക്കുന്നത്, ദൈവമേ, ഇങ്ങനെയുള്ള നാട്ടിലാണോ ഞാൻ പാർക്കുന്നത്? ഇങ്ങനെയുള്ള ജനസമൂഹത്തിന് നടുവിലാണോ ഞാനും പാർത്തു പോകുന്നത്? എൻ്റെ അയൽവക്കത്താണോ ഇത്രയും ദുരന്തങ്ങൾ സംഭവിച്ചത്? ഞാൻ പാർക്കുന്ന പഞ്ചായത്തിലോ ആ ജില്ലയിലോ ആ സംസ്ഥാനത്തിലോ ഒക്കെ അരങ്ങേറുമ്പോൾ നമ്മൾ എത്രയോ
എത്രയോ വേദനിക്കുന്നുണ്ട്. എന്നാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രഭുത്വരോട് വളരെ ഗൗരവത്തോടുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അങ്ങനെയുള്ള ദുരന്തങ്ങളിൽ നിന്നും മനുഷ്യനെ സത്യത്തിൻ്റെ പാതയിലേക്ക് നടത്താൻ സ്വർഗം നമുക്ക് കൈമാറ്റം ചെയ്ത് നൽകിയ മഹനീയമായ സന്ദേശവുമായിട്ടാണ് എല്ലാവരും അറിഞ്ഞിട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അറിയാനുള്ളവർ അറിയേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഈ സന്ദേശവുമായി ഇവിടെ വന്നിരിക്കുകയാണ്. ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്താം. ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു പകരക്കാരനായി ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ ആവേശത്തോടു കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഏതൊരു സുവിശേഷ യോഗവും സുവിശേഷ വേല ചെയ്യുന്നവൻ്റെയും കൂടെയാണ് എന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. എൻ്റേതും കൂടെയാണ് നിങ്ങൾ നടത്തുന്ന യോഗം. കാരണം നിങ്ങളുടേതല്ലല്ലോ സുവിശേഷം. സുവിശേഷം ദൈവത്തിൻ്റെതാകൊണ്ട് ആ ദൈവം എൻ്റേതും കൂടെ ആകൊണ്ട് നമ്മളുടേതാണ് ഈ സുവിശേഷ യോഗം. നമ്മൾ ഒരുമിച്ച് നമ്മൾ അറിഞ്ഞ അറിവിലേക്ക്, അവരുടെ ചിന്താഗതികളിലേക്ക് ഈ അറിവുകളെ പങ്കുവെക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ന് രാത്രിയിലോ ഇതിനനുബന്ധമായുള്ള ദിവസങ്ങളിലോ എപ്പോഴെങ്കിലും അവരുടെ കാഴ്ചപ്പാടുകൾ ഈ സത്യത്തിലേക്ക് വന്നു പതിക്കുമെന്നുള്ളതിന് രണ്ടു പക്ഷമില്ല. ഞങ്ങളത് ഉറക്കെ സമർത്ഥിക്കുകയാണ്. എൻ്റെ ഒരു സ്നേഹിതൻ ദൈവദാസൻ പറയുന്നത് പോലെ, ഇങ്ങനെയുള്ള യോഗങ്ങൾ നടക്കുന്ന ആളുകളെ എവിടെ കണ്ടാലും ആക്ഷേപിക്കണമെന്നും അങ്ങനെയുള്ള യോഗങ്ങൾ ഏത് തരത്തിൽപ്പെട്ട വിധത്തിൽ അത് അലങ്കോലപ്പെടുത്തണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ഒരു കാലഘട്ടങ്ങളിൽ ഇങ്ങനെ നടന്ന ഒരു പറ്റം ആളുകളുണ്ട്. ഒന്നും കൂടെ പറഞ്ഞാൽ, ആ അദ്ദേഹത്തിൻ്റെ വാചകം ഒന്ന് കടമെടുത്തു പറഞ്ഞാൽ, ഇങ്ങനെ കൈ മുഴുവനും തെറുത്ത് കയറ്റി എന്ന് പറഞ്ഞാൽ ഫുൾ കൈയുള്ള ഷർട്ട് മുഴുവനും അരക്കയ്യനാക്കിക്കൊണ്ട് മീശ തടകിക്കൊണ്ടും താടി ഇങ്ങനെ തഴകിക്കൊണ്ടുമൊക്കെ തുടയിലടിച്ചുമൊക്കെ വീരവാദം മുഴക്കിയ നിരവധി ആളുകളെ ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റത്തിൽ അരക്കൈ മാറ്റി ഫുൾ കൈ ആക്കിയെന്ന്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ പദം കടമെടുത്ത് പറയുകയാണ്, അരക്കൈ നോക്കിയതാ ഞങ്ങൾ, പക്ഷേ ഇന്ന് ഞങ്ങൾ ഫുൾ കൈ ഇടേണ്ടി വന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പറയാം, സ്നേഹിത, ഞങ്ങൾ ഈ സന്ദേശം പറയുമ്പോൾ ഈ സന്ദേശത്തോട് 5 വയസ്സേക്ക് ഞങ്ങൾ ഇന്നലകളിൽ യോജിച്ചവരല്ല, നിങ്ങളെക്കാൾ എതിർത്തവരും നിങ്ങളെക്കാൾ പ്രതികരിച്ചവരുമാണ്. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കി, ഞങ്ങളുടെ തടിയും തൻ്റെ ഇടവും കൊണ്ട്, ഞങ്ങളുടെ ആരോഗ്യം കൊണ്ട്, കരുത്തുകൊണ്ട് ഈ സത്യത്തോട് പ്രതികരിക്കാൻ പറ്റില്ല. ആയുധമില്ലാതെ പോരാടുന്ന സ്നേഹത്തിന്റെ സാമ്രാജ്യം സ്ഥാപിതമാക്കുന്ന ഒരുവൻ ഇന്ന് രാത്രിയിൽ ഇടപെട്ടാൽ ഏത് വമ്പനും തൻ്റെ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങിയിട്ട് പറയും, ഇതല്ലാതെ മറ്റൊരു സത്യദൈവമില്ല. ആ സത്യം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വന്നാൽ രാഷ്ട്രീയം വേണ്ട, ഇവിടുത്തെ മതങ്ങളുടെ പിൻബലങ്ങൾ വേണ്ട, ഇവിടുത്തെ സംഘടനകൾ വേണ്ട, സംഘടനകൾ വേണ്ട. നമ്മൾ ഒരുമിച്ച് പറയും, എവിടെയും നമ്മൾ ഉയർത്തി നിർത്തിക്കൊണ്ട് പറയും, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടില്ലാത്ത ഈ അറിവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ, ശ്രോതാക്കൾ, ഞങ്ങൾ ചുവടെ ചേർത്ത് വയ്ക്കുന്ന ചിന്തകൾ ബുദ്ധിക്കുരുത്തിരിഞ്ഞ ആശയങ്ങളിലല്ല, ഏതെങ്കിലുമൊക്കെ ഒരു കിഴവിക്കഥകളുടെ, ഏതെങ്കിലുമൊക്കെ ഒരു നോവലിൻ്റെ ചിന്തകളല്ല ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നത്. ലോകത്തിൽ സ്വർഗം കൈമാറ്റം ചെയ്ത ശ്രേഷ്ഠകരമായ ഒരു സന്ദേശം എഴുതപ്പെട്ട് നമ്മുടെ കയ്യിൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് വിശുദ്ധ ബൈബിൾ. അതൊരു മതഗ്രന്ഥം അല്ല. ഈ പുസ്തകം കൂട്ടിയിട്ട് കത്തിച്ചതുകൊണ്ട് ഇതിൽ പറയുന്ന ദൈവം ചാടിയിറങ്ങി കത്തിക്കുന്നവൻ്റെ കഴുത്തിന് പിടിച്ച് നീ എന്തിനാടാ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തിക്കാൻ വീണ്ടും ബൈബിളുകൾ ഞങ്ങൾ തരാം, പക്ഷേ ഇത് അങ്ങനൊന്നും നിങ്ങൾക്ക് നേരെ പ്രതികരിക്കില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ഒരിക്കലെങ്കിലും നീ അറിയാതൊന്ന് അനുദപിക്കും, നിന്റെ ഹൃദയത്തിൽ കുത്തുകൊള്ളും. ആയുധങ്ങൾ കൊണ്ട് പുറമെയുള്ള മനുഷ്യൻ്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കാം, പക്ഷെ സ്നേഹസാമ്രാജ്യം സ്ഥാപിതമാക്കിയ യേശുവിൻ്റെ ഇടപെടലുകൾ നിൻ്റെ ജീവിതത്തിലുണ്ടായ നിൻ്റെ അന്തരംഗം കത്തും. ആയിരങ്ങളുടെ നടുവിലോ ആയുധബലത്തിൻ്റെ നടുവിലോ നീ നിന്നാലും നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ അന്തരാത്മാവിനോട് ഈ സത്യദൈവം ഇടപെട്ടുകൊണ്ടിരിക്കും. അതാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ഈ സത്യത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്തത്. പോട്ടെ, ഞങ്ങളിലെ ജീവിതങ്ങളിലേക്ക് വന്ന ഈ അറിവുകൾ ചുവടെ ചേർത്തുകൊണ്ട് വിവരണങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. സമയം വളരെ ബന്ധപ്പെട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എങ്ങനെ ഈ സന്ദേശം ഉപസംഹരിക്കണമെന്ന് എനിക്കറിയത്തില്ല. 1ാം പാർട്ടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. എല്ലാവർക്കും ഈ അറിവില്ല. ആ അറിവുകൾ ഏതാണ് എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും അറിയണമെന്ന് ആഗ്രഹിച്ച അറിവ് എല്ലാവർക്കും ഇല്ലാതിരിക്കുമ്പോൾ ഈ അറിവ് പ്രാപിച്ച ഞങ്ങൾ ഈ ദേശത്തോട് വിളംബരം ചെയ്യുന്ന സന്ദേശം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു പുതിയ അറിവായി തീരട്ടെ. ഞങ്ങളറിഞ്ഞ അറിവിൻ്റെ 1ാമത്തെ അറിവ്. ശ്രദ്ധയോടെ തിരുവെഴുത്തുകൾ കൊണ്ട് തിരുവെഴുത്തുകളെ നമ്മൾ സമർത്ഥിക്കുകയാണ്. വാക്യത്തിൻ്റെ അനുബന്ധ വാക്യത്തിലേക്ക് നമ്മൾ ചേർത്ത് വയ്ക്കുന്നു. വാക്യം അതിൻ്റെ 4ാം വാക്യമാണ്. നമ്മൾ
വായിച്ച 8-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഒന്ന് നിർത്തി മൈക്രോഫോണിൽ കൂടെ ദേശം കേൾക്കേ ഒന്ന് വായിച്ച് സഹായിച്ചാലും ശ്രദ്ധയോടെ ഞങ്ങളെ കേൾക്കുന്ന പ്രബുദ്ധരെ നിങ്ങളെ ഞങ്ങൾ സ്വാതരം ക്ഷണിക്കുന്നു. 4-ാം വാക്യത്തിൽ ഒരറിവ് ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഞങ്ങളെ ഇങ്ങനെ കൂട്ടിവരുത്തിയ, ഞങ്ങളെ പാടാൻ, ഞങ്ങളെ ദൈവത്തിന് വേണ്ടി ഏത് കവലകളിലും ഏത് പെരുവഴികളിലും ഒക്കെ നിന്നുകൊണ്ട് കരമടിക്കാനും ശബ്ദമുയർത്താനും ആത്മനിറവിലാകാനും ഒക്കെ ഞങ്ങളെ പ്രേരിപ്പിച്ച ആ അറിവ് ഏതാണെന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയൂ. അറിവ് ഞങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു വേദപുസ്തകത്തിലൂടെ. കേൾക്കൂ. വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ? ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏകദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. ഏകദൈവമല്ലാതെ ദൈവമില്ല എന്ന് നാം അറിയുന്നു. ഞങ്ങൾ അറിഞ്ഞ ഒന്നാമത്തെ അറിവ് ഏകദൈവത്തെ അറിഞ്ഞു. എത്ര ഭാഗ്യകരമാണല്ലേ! ഭാരതത്തിന്റെ നടുവിൽ എണ്ണിയാലൊടുങ്ങാത്ത ദൈവങ്ങൾ, 33 കോടി ദൈവങ്ങളും അസുരഗണങ്ങളും യക്ഷികളും കാവുകളും ഭൂതപ്രേത പിശാചുക്കളും മരിച്ചുപോയവരും മരിച്ചവരുടെ ജന്മാന്തരങ്ങളുമായി ആത്മാക്കൾ കൊണ്ട് വ്യവഹരിച്ചവരെല്ലാം പിന്നീട് മനുഷ്യനെ പീഡിപ്പിച്ചും പേടിപ്പെടുത്തിയുമൊക്കെ ദൈവങ്ങളുടെ പരിവേഷമണിയുമ്പോൾ അവയുടെ നടുവിൽ ഞങ്ങൾ ഒരു ദൈവത്തെ കുറിച്ചറിഞ്ഞു. ഏകദൈവത്തെ കുറിച്ച്. സ്നേഹിതാ, ഞങ്ങൾ ആ ദൈവത്തെയാണ് ഉയർത്തുന്നത്. ഭാരതത്തിന്റെ മണ്ണിൽ തിരക്കിയിട്ട് കാണാത്ത, ഭാരതത്തിന്റെ മണ്ണിൽ ഞങ്ങളുടെ ജീവിതത്തെ തിരഞ്ഞു തേടി പിടിച്ച് ഞങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നും ഇടപെടുന്ന, നമ്മുടെ കീശയിലെ ഒരു ചില്ലിക്കാശ് ചോദിക്കാതെ ഇന്ന് രാത്രിയിലും നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തൻ്റെ ഭക്തരെ ആശീർവദിക്കുവാൻ കഴിവുള്ള, കരുത്തുള്ള ഒരു കരുണാമയനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നമ്മൾ അറിയണം. ലോകത്തിന്റെ 5 വൻകരകളിലും ഒത്തിരി ദൈവങ്ങൾ പിറവിയെടുത്തിട്ടുണ്ട്. ദൈവങ്ങളുടെ പേരിൽ മനുഷ്യൻ ദൈവങ്ങളാകാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഉയർത്തുന്ന ദൈവം ആരെങ്കിലും വാഴ്ത്തിപ്പാടിയത് കൊണ്ട് ദൈവമായവനല്ല. അവൻ ദൈവമായിരിക്കെ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇച്ഛിതിയിൽ അവതരിച്ച രക്ഷകനായ ഒരു ദൈവത്തെയാണ് ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ഉയർത്തുന്നത്. അഭിമാനത്തോടെ ഈ ടെന്റിന് കീഴിലിരിക്കുന്ന ആത്മീയരായ ഭക്തകേസരികൾ പറയട്ടെ, ഞങ്ങൾക്ക് ആ ദൈവത്തെ അറിയാൻ കിട്ടിയത് എത്ര മഹാഭാഗ്യം! ആയിരങ്ങൾ, പതിനായിരങ്ങൾ ഓരോ ദിനങ്ങളും ഈ സത്യം അറിയാതെ യാത്ര പറയുമ്പോൾ ഏഴക്കോണം നിവാസികളായ ശ്രോതാക്കളോട് പറയാം, ഞങ്ങൾ അറിഞ്ഞ അറിവ് നിങ്ങളിലേക്ക് പകരാനാണ് ഈ പ്രതികൂല സാഹചര്യത്തിലും ഞങ്ങളിവിടെ ഒരുമിച്ച് സംഗമിച്ചിരിക്കുന്നത്. സ്നേഹിത, എത്രയെത്ര ദൈവിക സങ്കല്പങ്ങളുടെ മുൻപിൽ ഓടിയിട്ടും, എത്രയെത്ര നേർച്ച കാഴ്ചകൾ, വഴിപാടുകൾ, യാഗയോഗ തർപ്പണങ്ങളുമായി ഓടിയിട്ടും മറുപടി കിട്ടാതെ നിരാശ പേറിയവനായി, തല താഴ്ത്തപ്പെട്ടവനായി ജീവിതം ഇനി മുൻപോട്ടു പോകാൻ കഴിയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഇനി ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളൊരു ദൈവത്തെ പരിചയപ്പെടുത്തുന്നു. 66 പുസ്തകത്തിൽ ഒരൊറ്റ ദൈവം, ഏക സത്യ ദൈവം. ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് സ്നേഹിത അപമാനിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും ഞങ്ങളെ വേദനിപ്പിക്കുമ്പോഴുമൊക്കെ അതെല്ലാം സഹിച്ചുകൊണ്ട് വീണ്ടും ഞങ്ങൾ ഈ സത്യത്തിന് വേണ്ടി നിൽക്കുന്നത്. ഇതല്ലാതെ മറ്റൊരു സത്യമുലകത്തിലില്ല. ഏക സത്യ ദൈവത്തെക്കുറിച്ച് ഇന്ന് രാത്രിയിൽ ഈ ദേശത്തോട് വിളംബരം ചെയ്യുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഈ ഏക സത്യ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ലോക ചരിത്രത്തിൻ്റെ നടുവിൽ സ്വർഗം വെളിപ്പെടുത്തിയത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അത് വിശാലമായ ഒരു ചരിത്രമാണ്. പക്ഷേ ആ ചരിത്രമെല്ലാം വിവരിച്ച് ഈ സന്ദേശം ഉപസംഹരിക്കുവാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. കർത്താവിൽ പ്രസിദ്ധനായ ദൈവഭൃത്യൻ അനിൽ കൊടുത്തോട്ടം എന്ന ബഹുമാന്യ ദൈവഭൃത്യൻ ഒരിക്കൽ ഒരു സന്ദേശത്തിൽ ചേർത്ത് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പദം എന്നെ വല്ലാതെ ആവേശം കൊള്ളിച്ചു. അദ്ദേഹം പറഞ്ഞതിങ്ങനെ: ലോക ചരിത്രത്തിന്റെ നടുവിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു
മനുഷ്യനായി പിറക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ അതിനു വേണ്ടുന്ന സാഹചര്യങ്ങൾ ഈ ലോകം ഒന്നൊരുങ്ങി നിൽക്കേണ്ടിയിരുന്നു. അതിനൊരുങ്ങാൻ ഒരല്പം സമയമെടുത്തു. തിരുവെഴുത്തുകൾ ഒട്ടനവധി വിസ്തരിക്കാൻ എനിക്ക് ആവേശമുള്ളൊരു പ്രമേയമാണ് യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലുള്ള രംഗപ്രവേശനം. തൽക്കാലം സമയമില്ലാത്തത് കൊണ്ട് ഞാനൊരു ഷോർട്ട് കട്ടിൽ ഇവിടേക്കൊന്ന് വന്നെത്തുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ, ലോകം കണ്ടിട്ടുള്ള ഈ ലോകത്തിലെ മനുഷ്യ ജീവിതങ്ങളുടെ ഇടയിൽ ലോക ചരിത്രങ്ങൾ എഴുതി ചേർത്ത് വെച്ചപ്പോൾ മാറ്റിമറിക്കുവാൻ കഴിയാത്ത സാമ്രാജ്യ ശക്തികളെ അക്കമിട്ട് നിരത്തി. ആ അക്കമിട്ട് നിരത്തിയ ആ അക്കത്തിൻ്റെ നടുവിൽ രണ്ടാമത്തെ സാമ്രാജ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ ലോകം ഒരു ഏക സത്യ ദൈവത്തെക്കുറിച്ച് അറിയാൻ തുടങ്ങി. ഒന്നും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ബാബിലോണിയ സാമ്രാജ്യം, മേദ്യ പേർഷ്യ സാമ്രാജ്യം, യവനായ സാമ്രാജ്യം, റോമ സാമ്രാജ്യം, ഈ പ്രഗത്ഭരായ 4 സാമ്രാജ്യങ്ങളുടെ നടുവിൽ രണ്ടാമത്തെ സാമ്രാജ്യ ശക്തിയായ മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ നടുവിൽ ലോകം അംഗീകരിക്കുന്ന ഒരു ഏക സത്യ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത സകല മാനവ ഹൃദയത്തിലേക്കും ആ കാലഘട്ടങ്ങളിൽ പങ്കുവച്ചു. പക്ഷേ കാലങ്ങൾ മുൻപോട്ട് പോയതനുസരിച്ച് മനുഷ്യനായ ഏകത്വത്തിൽ നിന്നും ഒന്ന് വ്യതിചലിക്കാൻ തുടങ്ങി. ഏകത്വം മാറി പലതും മനുഷ്യനെ ഭീതിപ്പെടുത്തിയും കീഴ്പ്പെടുത്തിയുമൊക്കെ ദൈവത്തിൻ്റെ പരിവേഷം നടത്താൻ അവരുടെ ജീവിതത്തിൽ ആവേശത്തോടുകൂടെ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ പലയിടങ്ങളിലായി പലതിനെയും പൂജിക്കാനും വർണ്ണിക്കാനും അവനെ ആവേശത്തോടുകൂടെ അംഗീകരിക്കാനും തുടങ്ങിയപ്പോൾ ഇന്ന് ലോകത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ദൈവിക സങ്കല്പങ്ങളെ മനുഷ്യൻ താലോലിച്ചു മുൻപോട്ട് പോവുകയാണ്. പക്ഷെ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, ഇതിൻ്റെ നടുവിൽ ഒരേ ഒരു സത്യമേ ഉള്ളൂ എന്ന കാര്യം ഞങ്ങൾ ഇവിടെ അടിവരയിട്ടുറപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താ ഞങ്ങൾ അങ്ങനെ പറയാൻ കാരണം? സ്നേഹിത, ദൈവം എന്ന പദത്തിന്, ദൈവം എന്ന ആ പദവിക്ക് യോഗ്യതയുണ്ട്. ആ യോഗ്യതകൾ ഞങ്ങൾ ചുവടെ ചേർക്കാം. ശ്രദ്ധിച്ചു കേട്ടോണം. ദൈവം ആർക്കുമാകാം, പക്ഷേ ദൈവമാകണമെങ്കിൽ ക്വാളിറ്റി എന്താണ്? ഒന്നവൻ സർവശക്തനായിരിക്കണം, രണ്ടവൻ സർവവ്യാപിയായിരിക്കണം, മൂന്നവൻ സർവജ്ഞാനിയായിരിക്കണം. ത്രിവിധ ഗുണങ്ങൾ ഒരുമിച്ച് സമ്മേളിക്കുന്ന ഒരുവനെ മാത്രമേ ഞങ്ങൾ ദൈവമെന്ന് വിശേഷിപ്പിക്കുകയുള്ളൂ. അങ്ങനെ ഉലക ചരിത്രത്തിൽ ത്രിവിധ ഗുണങ്ങൾ ഒരുമിച്ച് സമ്മേളിച്ച ഉലക ചരിത്രത്തിൽ ഒരുവനെ ഞങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു, ഞങ്ങളുടെ മനുഷ്യായുസ്സിൽ പരിചയപ്പെടാൻ കഴിഞ്ഞു. അവന്റെ പേര് ഞങ്ങൾ ആവേശത്തോടുകൂടെ ഈ സുവിശേഷ യോഗത്തിന്റെ 2-ാം ദിന രാത്രിയിൽ ദേശം കേൾക്കാൻ ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അവന്റെ പേരത്രേ നസ്രയനാകുന്ന യേശു ക്രിസ്തു. സഹോദരങ്ങളെ, ഈ കാലഘട്ടങ്ങളായിട്ട് ഞാൻ കൺവെൻഷനുകളിൽ ചെയ്തു വരുന്ന ഒരു രീതി നിങ്ങളുടെ അടുത്ത് ഒന്ന് പറയുന്നു. നിങ്ങൾ എനിക്ക് ആത്മാവില്ലെന്നൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത്. അതിനുശേഷം നിങ്ങൾ വീട്ടുപ്രാർത്ഥനയ്ക്കോ സഭായോഗത്തിനോ ഉപവാസ പ്രാർത്ഥനയ്ക്കോ വിളിച്ചു നോക്ക്, മൊത്തം അന്യഭാഷയായിരിക്കും. ഇത്രയും നേരമായിട്ട് ഈ മനുഷ്യൻ ഒരു അന്യഭാഷ പോലും പറഞ്ഞില്ല. ബ്രദറുകാരനാണോ എന്നൊരു സംശയം. അങ്ങനൊന്നും വേണ്ട. ഞാനേ ഔട്ട്സൈഡിലുള്ള ആളുകൾ നമ്മുടെ അന്യഭാഷ കേട്ട വാതിലടയ്ക്കും. അതടയ്ക്കാതിരിക്കാൻ, അത് മനഃപൂർവ്വം ബുദ്ധി കൊണ്ട് പറയാതിരിക്കുക. ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ കയ്യിൽ മൈക്രോഫോണില്ലോ, ആവശ്യത്തിന് പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിനുവേണ്ടി ഞാൻ സമയമൊന്നും മാറ്റുന്നില്ല. ആകപ്പാടെ കുറച്ച് ടൈമേ ഉള്ളേ. ഇന്ന് പകൽ 2 മണിക്കൂർ പ്രസംഗിച്ചിട്ടും കൊതി തീരാതെ നിൽക്കുന്ന സബ്ജക്റ്റിലേക്കാണ് ഞാൻ ഇനി അടുത്ത് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ദേശത്തോട് വിളംബരം ചെയ്യുന്ന സന്ദേശം എന്നെ കേൾക്കുന്ന ഇതര മതത്തിലുള്ളവൻ ശ്രദ്ധയോടെ കേൾക്കണം. ഇത് ഞങ്ങൾക്ക് മനസ്സിലായില്ല, അവിടുത്തെ കയ്യടി കൊണ്ടും അന്യഭാഷ കൊണ്ടുമെന്നും പറയാതിരിക്കേണ്ടതിനാണ് ഞാനതെല്ലാം ശ്രദ്ധിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എന്നോടൊപ്പം സഹകരിക്കാൻ ഞാൻ ഒരിക്കൽ കൂടെ ദേശത്തോട് പറയുന്നു. സ്നേഹിത, ത്രിവിധ ഗുണങ്ങൾ ഒരുമിച്ച് സമ്മേളിച്ച ഉലക ചരിത്രത്തിലെ ഒരുവൻ ഞങ്ങൾ പരിചയപ്പെട്ടു. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു എന്ന ഏക സത്യദൈവം. ഇവനെ ജനിച്ചപ്പോഴേ അവന്റെ ജനനത്തിന്റെ ഉദ്ദേശങ്ങൾ ലോകം കേൾക്കെ അത് വിളംബരം ചെയ്തു. ആ പദപ്രയോഗം എനിക്കിഷ്ടമാണ്.
ദൂതൻ വാഴ്ത്തിപ്പാടിയ മനോഹരമായ പദപ്രയോഗം. ഡിസംബർ മാസം വരുമ്പോഴാണ് നമ്മൾ അതെല്ലാം ശ്രദ്ധിക്കാറുള്ളത്. പക്ഷേ ഇന്ന് രാത്രിയിൽ ഇതര മതത്തിൽപ്പെട്ടവരും ഇതര ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരും ഇന്ന് രാത്രിയിൽ തിരിച്ചറിയേണ്ടതിന് ഞാൻ ഓർമ്മപ്പെടുത്താം, സർവജനത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷീകരിക്കുന്നു. സ്നേഹിത, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ, ദുഃഖം തളം കെട്ടിയ സകല മനുഷ്യന്റെ ജീവിതങ്ങൾക്കും സന്തോഷം പകരുന്ന ഒരു ജനനം ഉലകത്തിൽ കാഴ്ചവെച്ച ഉലക ചരിത്രത്തിൽ ഒരുവൻ, അവന്റെ പേരാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് അവനെ കുറിച്ച് പാടാൻ, പ്രസംഗിക്കാൻ, അവനെ കുറിച്ച് എഴുതാൻ, അവനെ കുറിച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് ആവേശമാണ്. കാരണം അവൻ ലോക ചരിത്രത്തിന്റെ നടുവിൽ മാനവ ഹൃദയങ്ങളുടെ അകത്തളങ്ങളിൽ സ്ഥാനം പിടിച്ചു. അവൻ സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്. അതിന് ജാതിയില്ല, മതമില്ല, കുലമില്ല, വർണ്ണമില്ല, വർഗമില്ല. ലോകത്തിൽ ഏറ്റവും ജാതിക ചിന്താഗതിയിൽ, മതചിന്താഗതിയിൽ മതിച്ചു പുളച്ചു മുമ്പോട്ട് പോയ അഹങ്കാരത്തിൻ്റെ വിഷവിത്തുക്കളായി മാറിയ ഒരു ജാതിയുണ്ടെങ്കിൽ അവൻ്റെ പേരാണ് യഹൂദൻ. മതങ്ങളുടെ മാതാവെന്ന് വിശേഷിപ്പിക്കുന്ന യഹൂദ മതത്തിൻ്റെ മണ്ണിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തു, യഹൂദ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമെന്നല്ല പറഞ്ഞത്, യഹൂദ ജാതിയെ നിങ്ങൾക്ക് മാത്രം സന്തോഷം തരാൻ ഞാൻ വന്നെന്നല്ല പറഞ്ഞത്, സർവജനത്തിനും എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദേശത്തിലുള്ള സകല കുടുംബങ്ങളും, ഇവിടെ വന്നവരും വഴിയിൽ നിന്ന് കേൾക്കുന്നവരും വീടുകളിലെ ജനാലകൾ തുറന്നിട്ട് കേൾക്കുന്നവരുമൊക്കെ ഏത് തരത്തിൽപ്പെട്ടവരാകട്ടെ, വാഹനങ്ങളിൽ നിങ്ങളുടെ ഗ്ലാസ് തുറന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ മനുഷ്യനാകൊണ്ട് നിങ്ങളുടെയും സന്തോഷത്തിന്റെ വകയായ ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചു. അവനെ കുറിച്ചാണ് സുവിശേഷത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഉയർത്താൻ ആഗ്രഹിക്കുന്ന സന്ദേശം. അത് നിങ്ങളുടെ സന്തോഷത്തിന്റെ ആധാരമാണവൻ, മറക്കരുത്. പോട്ടെ. അപ്പം യേശു ക്രിസ്തു എന്ന ഈ രക്ഷകൻ ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ ചില ആളുകളൊക്കെ അവൻ്റെ ദൈവത്വം അങ്ങോട്ട് അംഗീകരിക്കാൻ മനസ്സില്ലാത്ത ആളുകളുണ്ടായിരുന്നു. യേശു ക്രിസ്തു ദൈവമാണെന്ന് സ്വയം ഒന്ന് സമർത്ഥിക്കാൻ യേശു ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ യേശുവിൻ്റെ ജീവിത കാലഘട്ടങ്ങളിൽ താൻ ചെയ്തതെല്ലാം ജനത്തിൻ്റെ ഇടയിൽ അവർ സമ്മതിച്ചു കഴിഞ്ഞു. ഇവൻ തന്നെയാണ് മശിഹ, അവൻ തന്നെയായിരുന്നു ദൈവം. അതെന്താ അങ്ങനെ വരാൻ കാരണം? സ്നേഹിത, ഇന്ന് നമ്മളെല്ലാം ദൈവങ്ങളാകാൻ മനുഷ്യരുടെ ഇടയിൽ കളിക്കുമ്പോൾ യേശുവിന് അങ്ങനെ കളിക്കേണ്ട കാര്യമില്ല. അവൻ ദൈവമാണല്ലോ. അവൻ ചെയ്യുന്നതെല്ലാം ഒരിക്കൽ പോലും നിരാശപ്പെടേണ്ട ഒരു കാര്യവും അവനിൽ നിന്നുണ്ടാകില്ല. അവൻ ചെയ്തതെല്ലാം 100% ശരിയായതാണ്. 100% അത് മനുഷ്യ ജീവിതത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നത് മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, പിതാവായിരിക്കുന്ന ദൈവം പറഞ്ഞൊരു പദം കൊണ്ടൊന്ന് സമർത്ഥിച്ചിട്ട് ഒരല്പം ഷോർട്ട് കട്ടിൽ ഒന്ന് മാറി വേഗത്തിൽ അടുത്ത ഭാഗത്തേക്കൊന്ന് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അനുബന്ധമായി യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ഒന്ന് സമർത്ഥിക്കാൻ നമുക്ക് എബ്രായ ലേഖനത്തിലേക്കൊന്ന് പോകണം. എബ്രായ ലേഖനത്തെക്കുറിച്ച് 1-2 വാചകം ദൈവദാസിയൊന്ന് എടുത്തോ. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യമാണ്. എബ്രായ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം എബ്രായ ക്രിസ്ത്യാനികളുടെ ചിന്താഗതികൾ വ്യത്യസ്തങ്ങളാണ് മറ്റ് ക്രൈസ്തവ സമൂഹങ്ങളുടെ നടുവിൽ നിന്നും. ഒറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചേക്ക്. അവരുടെ കുലത്തിൽ പിറന്ന, അവരുടെ മതത്തിൽ പിറന്ന നേതാക്കന്മാരെ ദൈവത്തിൻ്റെ പരിവേഷം ചാർത്തിക്കൊണ്ട് അവരാണ് വലുത് എന്നവർ സമർത്ഥിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഈ ലേഖനം എഴുതിയ ധന്യനായ പൗലോസ് അവരല്ല ഏറ്റവും വലുത്, അവരെക്കാൾ വലിയവൻ യേശു ക്രിസ്തുവാണെന്ന് സമർത്ഥിക്കുകയായിരുന്നു. അബ്രഹാമിനേക്കാൾ വലിയവനാണ് യേശു ക്രിസ്തു, മോശയേക്കാൾ വലിയവനാണ് യേശു ക്രിസ്തു, അവൻ യോശുവയേക്കാൾ വലിയവനാണ് യേശു ക്രിസ്തു, മൽക്കി സദേക്കിനേക്കാൾ അവൻ വലിയവനാണ് യേശു ക്രിസ്തു, അവന്റെ ആലയത്തേക്കാൾ വലിയവനാണ് യേശു ക്രിസ്തു. അങ്ങനെ യേശു ക്രിസ്തു വലിയവൻ, യേശു ക്രിസ്തു വലിയവൻ എന്ന്
എന്ന് സമർത്ഥിക്കുന്ന മനോഹര ലേഖനമാണ് എബ്രായ ലേഖനം. ആ ലേഖനത്തിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വം, പിതാവായിരിക്കുന്ന ദൈവം പുത്രനെ കുറിച്ച് പറഞ്ഞൊരു പദപ്രയോഗമാണ് എബ്രായ ലേഖനം 1:8 വാക്യം. ആ വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, പിതാവ് റെസ്പെക്ട് ചെയ്ത് വിളിച്ച പദപ്രയോഗം 8 വാക്യത്തിൽ കാണുന്നു. വായിച്ചാലും പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നുമെന്നേക്കുമുള്ളത്. പിതാവായ ദൈവം ഭൂമിയിൽ അവതരിച്ച യേശുക്രിസ്തു എന്ന പുത്രനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിന്റെ സിംഹാസനമുണ്ടല്ലോ അത് എന്നും എന്നേക്കുമുള്ളത്. പക്ഷേ ആ പദം പറയാൻ പിതാവായ ദൈവം തുടങ്ങുമ്പോൾ ആദ്യം പറഞ്ഞ പദപ്രയോഗം കേട്ടോ, ദൈവമേ. എന്താണ് അതിന്റെ അർത്ഥം? യേശുക്രിസ്തു കേവലം ഒരു മനുഷ്യനല്ല കൂടപ്പിറപ്പേ, യേശുക്രിസ്തു ദൈവമായിരുന്നു. ഇന്ന് രാത്രിയിൽ തിരുവെടുത്തുകൊണ്ട് അർത്ഥസംഖ്യക്കിടയില്ലാതെ വണ്ണം ഈ ദേശം കേൾക്കേ ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, ദൈവമായവനാണ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത്. അവൻ സാക്ഷാൽ ദൈവമായിരുന്നു. അവനാണ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അവനായിരുന്നു തന്റെ ജീവിതം സമർപ്പിച്ച് താൻ ദൈവമാണെന്ന് സമർത്ഥിച്ചത്. നമ്മുടെ ഇടയിലൊക്കെ രക്ഷിക്കപ്പെട്ടു വന്ന ആളുകൾ ഉന്നത കുലത്തിൽ നിന്നാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പാരമ്പര്യങ്ങൾ പറയുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന് അങ്ങനെ ഒന്നും പറഞ്ഞ് സമർത്ഥിക്കേണ്ട കാര്യമില്ല. തൻ്റെ പ്രവൃത്തി കൊണ്ട് താൻ അത് സമർത്ഥിക്കുന്നു, താൻ ആരാണ് എന്നുള്ളത്. പോട്ടെ, ഞാൻ മറ്റൊരു പദത്തിലേക്കും കൂടെ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരികയാണ്. ഇനി ഈ ലോകം യേശുക്രിസ്തുവിന് സമ്മാനിച്ചതും മരണമാണ്. ആ മരണം വരിക്കാൻ വേണ്ടിയാണ് യേശു ഇവിടേക്ക് വന്നത്, അത് സത്യമാണ്. പക്ഷേ മരണത്തിലും ഒരു കാര്യം സമർത്ഥിക്കപ്പെടുകയാണ്, യേശു ദൈവപുത്രനായിരുന്നു എന്ന്. നമുക്ക് വാക്യം കൊണ്ടങ്ങ് സമർത്ഥിക്കാം. ഞാൻ അങ്ങനെ വായിപ്പിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞങ്ങ് വിടാം. കാരണം ജനം ഇതൊന്ന് കേൾക്കണം, അവരൊന്ന് അറിയണം, അതിനു വേണ്ടിയാണ്. ഓക്കെ, റോമാലേഖനത്തിലാണ് ആ വാക്യം കിടക്കുന്നത്. റോമാലേഖനം 1 അതിൻ്റെ 5 വാക്യത്തിലേക്ക് പതുക്കെ എടുത്താൽ മതി. ഞാൻ വാക്യ വിവരണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എടുത്ത് മനപ്പാടമൊന്ന് മനസ്സിലൊന്ന് ഉറപ്പിച്ചിട്ട് പിന്നെ മൈക്കിൽ കൂടെ വായിച്ചാൽ മതി. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, റോമാ സാമ്രാജ്യത്തിൻ്റെ നടുവിൽ സ്ഥാപിതമായൊരു സഭ, ആ സഭയ്ക്ക് മനോഹരമായൊരു ലേഖനം പൗലോസ്ലേഹ എഴുതിയപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം സംബന്ധിച്ച് സമർത്ഥിക്കുന്ന ഒരു പദപ്രയോഗം, നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതും അംഗീകരിക്കപ്പെടേണ്ടതുമായ ഒരു വാക്യമാണ്. ഞാൻ എന്തിനാ ഇത്രയും കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ചോദിച്ചാൽ, നമ്മളെല്ലാവരും കൂടെ യേശുവിനെ ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞതുകൊണ്ട് യേശു ദൈവമായതല്ലെന്ന് നാട്ടുകാരൊന്നറിയാൻ വേണ്ടിയാണ്. ഞങ്ങൾ യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നത് ബൈബിളിൽ യേശു ദൈവമാണെന്ന് സമർത്ഥിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ ആ വാക്യം, റോമാലേഖനം 1 അതിൻ്റെ 5 വാക്യം. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്ത ഒരുവനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, യേശു ദൈവം തന്നെ. ഒന്നുകൂടി ആവർത്തിക്കട്ടെ സ്നേഹിതരെ, യേശുക്രിസ്തു ദൈവം തന്നെയാണ്. ജനനം കൊണ്ട് സമർത്ഥിക്കപ്പെട്ടു, തൻ്റെ ജീവിതം കൊണ്ട് സമർത്ഥിക്കപ്പെട്ടു, തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം മരണം കൊണ്ടും സമർത്ഥിക്കപ്പെടുന്നു. യേശു ദൈവം തന്നെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ ആ നാമത്തെ വാഴ്ത്താൻ ഇഷ്ടമാണ്. സ്നേഹിതരെ, പല ആളുകളും ജനിച്ചു വീഴുമ്പോൾ അവരെ എടുത്ത് താലോലിക്കുന്ന, പാട്ടുകൾ പാടുന്ന, അവരുടെ കവളത്ത് ചുംബനം നൽകുന്ന ഒരു രീതിയൊക്കെ നമ്മുടെ നാട്ടുംപുറങ്ങളിൽ കണ്ടിട്ടില്ലേ? ഒരു കുഞ്ഞ് ജനിച്ചു വീണ് കഴിയുമ്പോൾ
ആ കുഞ്ഞിനോടുള്ള വാത്സല്യം വ്യത്യസ്ത നിലവാരത്തിൽ പ്രകടമാക്കാറില്ലേ? പക്ഷേ അവൻ വളർന്ന് വളർന്ന് വലുതായി അവൻ്റെ യുവത്വത്തിലേക്കും യൗവനത്വത്തിലേക്കുമൊക്കെ പ്രവേശിക്കുമ്പോൾ അവൻ ചെയ്തു കൂട്ടുന്നത് കാണുമ്പോൾ, പണ്ട് ഞാൻ ഇവനെയാണല്ലോടാ എടുത്തെന്നോർത്ത്, ഇവനെയാണല്ലോടാ തോളിൽ വെച്ചുകൊണ്ട് നടന്നത്. അമ്മ ജോലിക്ക് പോയപ്പോൾ അയൽവക്കത്ത് കൊണ്ടുവന്ന് കുഞ്ഞെ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞപ്പം സ്വന്തം കുഞ്ഞിനെ മാറ്റി വെച്ചിട്ട് മാറോടടക്കി പിടിച്ച ഒത്തിരി അമ്മമാരില്ലേ? പോട്ടെ, എൻ്റെ അമ്മ എനിക്ക് ജന്മം നൽകിയ സമയത്ത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ വല്യപ്പൻ യാത്ര പറഞ്ഞു, അമ്മയുടെ അപ്പൻ. അപ്പോൾ എൻ്റെ അമ്മയുടെ കൂട്ടുകാരി അതേ ദിവസങ്ങളിൽ തന്നെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കിടക്കുന്ന സമയം അമ്മ അപ്പൻ്റെ മൃതശരീരത്തിന് മുൻപാകെ വിലപിക്കുകയും കരയുകയും ഒക്കെ ചെയ്ത് ഇങ്ങനെ അലമുറയിട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് എൻ്റെ അപ്പൻ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി അമ്മയുടെ കൂട്ടുകാരത്തിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവനെ ഒന്ന് നോക്കണം കേട്ടോ. സത്യത്തിൽ ഞാൻ ഇന്നും പറയാം, എനിക്ക് 2 അമ്മയുണ്ടെന്ന് പറയും. അതെന്താ കാരണം? ആ അമ്മച്ചിയുടെ പാല് ഞാനും കുടിച്ച്. കേൾക്കുന്നുണ്ടോ? അവൻ എൻ്റെ സ്നേഹിതൻ ആലപ്പുഴയുണ്ട്. അവൻ എപ്പോഴും എന്നോട് പറയടാ, നമ്മൾ 2 അമ്മയ്ക്ക് ജനിച്ചതാണെങ്കിലും നമ്മൾ ഒരമ്മച്ചിയുടെ പാല് കുടിച്ചതാ. കേൾക്കുന്നുണ്ടോ? പക്ഷേ നിങ്ങൾ ഇന്ന് കേൾക്കണം, അവൻ്റെ റൂട്ട് വേറെയായി പോയി. ഇന്ന് ആ അമ്മച്ചി എന്നെ കാണുമ്പോൾ പറയും, നീയാടാ സത്യത്തിൽ എൻ്റെ മോൻ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സ്വന്തം ജന്മം കൊടുത്ത മോൻ റൂട്ട് മാറിപ്പോയപ്പം എന്നെ കാണുമ്പോഴെല്ലാം ചേർത്ത് പിടിക്കും. എന്നിട്ട് പറയും, മോനെ നീയാടാ സത്യത്തിൽ എൻ്റെ മോൻ. പോട്ടെ, ഞാൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞെന്നറിയാമോ? ഉലകത്തിൽ അവതരിച്ച സകല മനുഷ്യനും ഇവിടുത്തെ ലോകം വിധിച്ചിരിക്കുന്ന, ലോകം ഒരുക്കിയിരിക്കുന്ന ചതിക്കുഴിയിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വീണ് അവർ കൂപ്പുകുത്തുമ്പോൾ ലോകമൊരുക്കിയ സകല ചതിക്കുഴികളും കണ്ടിട്ട് അതിന് നേരെ നെഞ്ചു വിരിച്ച് നടന്നെടുത്തിട്ട് അവയ്ക്ക് ഇവനെ കീഴ്പ്പെടുത്താൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, അവൻ ആ യെരുശലേമിൻ്റെ മണ്ണിൽ നിന്ന് ചോദിച്ച ചോദ്യം അന്നും ഇന്നും സകല മാനവകുലത്തിൻ്റെയും ഹൃദയങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ചോദിക്കുന്നു, എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താൻ ആർക്ക് കഴിയും സ്നേഹിത? ആർക്കാണ് കഴിവുള്ളത്? അങ്ങനെ ഇന്നേ വരെയും 33 തിരുവയസ്സ് വരെയുള്ള ജീവിതത്തിൽ ഒരു കുറ്റവും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത ലോകത്തിന്റെ ഇതര നിയമങ്ങൾ പലതും മാറി മറിഞ്ഞിട്ടുണ്ട്. ആ നിയമങ്ങളിൽ ഒന്ന് വെച്ച് പോലും യേശുവിനെ പ്രതിക്കൂട്ടി നിർത്താൻ തന്റെ ഇടമുള്ള ഒരു നിയമങ്ങളും ഉടലെടുത്തിട്ടില്ല. ആ നിയമങ്ങളുടെ മുൻപിലും തലയുയർത്തി നിൽക്കുന്ന അഭിമാന പുരുഷനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു. അതുകൊണ്ട് എനിക്ക് യേശുവിനെ കുറിച്ച് പറയാൻ വളരെ ആവേശമാണ്. ഒരിക്കലും ആ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, അത് ഏക സത്യ ദൈവമാണ്. ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് സത്യത്തിൽ സ്നേഹിതരെ ഞങ്ങൾ പ്രാപിച്ചത്. അത് നിങ്ങളും അറിയേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഇത്രയും കണ്ടക്ഷോഭം ചെയ്യുകയാണ്. ഏക സത്യ ദൈവം. ഈ പാട്ട് പാടാതിരിക്കാൻ പറ്റില്ല. അത് പിതാക്കന്മാരിങ്ങനെ പാടിയിട്ടിട്ടുള്ളത് കൊണ്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് ഏകദൈവം എന്ന് പറയുമ്പം ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. കണ്ട കല്ലുമരങ്ങളും കൊണ്ടു പല രൂപം തീർത്തു, കണ്ട കല്ലുമരങ്ങളും കൊണ്ടു പല രൂപം തീർത്തു, കൊണ്ടുവച്ചിരിക്കും തുണ്ടമല്ല സത്യ ദൈവം, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. നിങ്ങളും കൂടെ ചേർന്ന് പാടിക്കേ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ഉയർത്തുന്നത് ഏക സത്യദൈവമായ സത്യദൈവത്തെയാണ്.
ദൈവത്തെക്കുറിച്ച് പാടാൻ, ആ ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ എവിടെല്ലാം അവസരങ്ങൾ ലഭ്യമാകുമോ അവിടെല്ലാം ഞങ്ങൾ വാനോളം ഉയർത്തുന്നു. സ്നേഹിത, ഈ ദൈവത്തെ അറിഞ്ഞാൽ നിന്റെ നിത്യമരണം മാറുകയാണ്. ഉത്സവം നടത്തിയിട്ടും പെരുന്നാളുകൾ നടത്തിയിട്ടും നിരവധി യാഗങ്ങളും പുണ്യതീർത്ഥങ്ങളിൽ യാത്ര ചെയ്തിട്ടും തീർത്ഥാടനങ്ങളിൽ കയറിയിറങ്ങിപ്പോയിട്ടും നിന്റെ കീശയിലെ പണം തീർന്നിട്ട് ഇപ്പോഴും നിരാശ പേറി നിൽക്കുന്നെങ്കിൽ പരിചയപ്പെടൂ സ്നേഹിത, നിന്റെ അടുത്ത് നിൽപ്പുണ്ട്. ഞങ്ങളുടെ കോട്ടയത്തൊക്കെ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ചില ക്രൈസ്തവ പാരമ്പര്യത്തിലുള്ള ആളുകൾ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ അപ്പോഴേ അവർ കിഴക്കോട്ട് തിരിയും. അതിനെന്നാ യേശു കിഴക്കിൽ നിന്നെങ്ങാണ്ട് വരുന്നു എന്നൊരു ധാരണയാണ്. സ്നേഹിത, നീ എങ്ങോട്ടും തിരിയണ്ട, നീ ഇപ്പോലെ അത് സൈഡിലേക്ക് തിരിയുന്ന അങ്ങനെ മതി. യേശുവിന് ആ ദിശയൊന്നും പ്രശ്നമൊന്നുമല്ല. കാരണം അതെല്ലാം സൃഷ്ടിച്ചവനാ ഞാൻ പ്രസംഗിച്ച യേശു. എത്ര പേർക്ക് സന്തോഷത്തോടെ ആ ദൈവത്തെ ഇന്ന് രാത്രിയിൽ ഈ ടെന്റിന് കീഴെ ഒന്ന് ഉയർത്താൻ കഴിയും? ആ ദൈവത്തിനത് പ്രശ്നമല്ലെന്ന്. പോട്ടെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നതേ, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് ജീവിതത്തിൽ തമ്പുരാനെ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടിതാവേ, യേശു എന്ന് പോലും വിളിക്കണ്ട, സകലത്തിനും ഉടയവനെ, എന്റെ ജീവിതത്തിന്റെ ഈ നിരാശകളും വേദനകളും അറിയുന്ന നീയെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒന്ന് ഇടപെടണമേ എന്ന് നീ ഹൃദയം നുറുങ്ങി പറഞ്ഞിട്ട് പറ. ഞാൻ എന്റെ പാപ വഴികളെ വിട്ടൊഴിയുന്നു, ഇനി ഞാൻ സത്യത്തിന് വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടേക്ക് കയറി വരുന്നത് ഒറ്റ ദൈവമല്ലാതെ ഇവിടുത്തെ ഒരു ദൈവീയ സങ്കല്പങ്ങളും മനുഷ്യൻ കണ്ടുപിടിച്ച് മനുഷ്യൻ പറഞ്ഞു വരുത്തിയ ഒരുത്തനും വരില്ല. അവിടെ വരുന്ന ഒരുവന്റെ പേര് അഭിമാനത്തോടെ ഉയർത്തുന്നു, അവന്റെ പേരാ യേശു. എന്താണ് അങ്ങനെ കയറി വരാൻ കാരണം? മനുഷ്യൻ വളർത്തി വലുതാക്കിയ പല ദൈവിക സങ്കല്പങ്ങളും വരാതെ പുറകോട്ട് മാറുന്നതിന് എന്താ കാരണം? സ്നേഹിത, ബൈബിള് പറയുന്നു, അവർക്ക് കണ്ണുണ്ടെങ്കിലും ചെവിയുണ്ടെങ്കിലും. സ്നേഹിത, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഏകദൈവത്തിൻ്റെ പ്രത്യേകത അവനെ കാണാം, കേൾക്കാം, പ്രവർത്തിക്കാം. പക്ഷെ നീ ഒന്ന് പറയണം. നീ ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ, ഏത് കുലത്തിൽപ്പെട്ടവനാകട്ടെ, ഒന്ന് പറയാൻ തയ്യാറെങ്കിൽ നിന്റെ അരികിലേക്ക് വരാൻ ഈ ദൈവം ശക്തിയുള്ള ദൈവമാണ്. എന്താണ് കൊടുക്കുന്നതെന്ന് ഓർത്താണോ നീ വിഷമിക്കുന്നത്? സ്നേഹിത, ഇതൊരു ചിട്ടിപ്പിരിവുകാരനെ പോലെ, ബ്ലേഡ് വലിച്ചക്കാരനെ പോലെ നിന്റെ വീട്ടിൽ വന്ന് പിരിവ് മേടിക്കുന്ന ഒരാളല്ല ഈ ദൈവം കേട്ടോ. 1 രൂപ പോലും മുടക്കാൻ നിന്റെ കയ്യില്ലെങ്കിലും ശൂന്യമായിരിക്കുന്ന കരത്തോടുകൂടിയാണ് നീ ഇരിക്കുന്നതെങ്കിലും ഇന്ന് രാത്രിയിലും നിന്നെയും മകനെന്ന് വിളിക്കാൻ, മകളെന്ന് വിളിക്കാൻ മടിയില്ലാത്തൊരു ദൈവം ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ്. ഇന്ന് രാത്രിയിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് ദേശം കേൾക്കാൻ ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, ആ ദൈവം ഇന്ന് രാത്രിയിൽ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നു. ഏക ദൈവം നിന്റെ അരികിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ആ ദൈവം നിന്റെ ജീവിതത്തിൽ തൊട്ടാൽ, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ വന്നാൽ തീർച്ചയായും നീ അറിയുന്ന ജീവിതത്തിൻ്റെ ഇന്നലകളിലെ ഏടുകളിലേക്ക് പുറകോട്ട് നോക്കിയപ്പോൾ ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ, നേരത്തെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്റെ ജീവിതം എത്ര ധന്യകരമാണ്, എന്റെ ജീവിതം എത്ര ശ്രേഷ്ഠമാണ്. സ്നേഹിത, ഞങ്ങൾക്കെല്ലാം ഉള്ളത് കൊണ്ടല്ല ഞങ്ങൾ ഈ കൂട്ടുകയും പാടുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ പറയാം, ഇന്ന് രാത്രിയിലും ഇവിടെ വരാൻ വണ്ടിക്കൂലി ഇല്ലാതെ വിഷമിച്ച ആളുകൾ ഇവിടെ ഉണ്ടെന്ന്. അവർ കയ്യിൽ 500-ന്റെ നോട്ട് ഇട്ടുകൊണ്ടല്ല ഇവിടെ കിടന്ന് കൈയടിക്കുക അന്യഭാഷയൊക്കെ പറയുന്നത്. 1 രൂപ പോലും എടുക്കാനില്ലെങ്കിലും ത്യാഗം സഹിച്ച് ഇന്ന് രാത്രിയിൽ കുടയും പിടിച്ച് നനഞ്ഞുമൊക്കെ ഇതിനകത്ത് ചിലർ വന്നത് ഞാൻ കണ്ടു. അവരൊക്കെ ഈ തണുപ്പ് സഹിച്ചുമൊക്കെ ഇതിൻ്റെ നടുവിലേക്ക് വന്നത് അവരുടെ ഉള്ളിൽ കൊടുത്ത ഒരു സന്തോഷമുണ്ട്, നിത്യതയുടെ ഒരു സന്തോഷം, ലോകം കൊടുക്കാത്ത ഒരു സന്തോഷം, ലോകത്തിൽ എങ്ങും കിട്ടാത്ത ഒരു സന്തോഷം, ലോകത്തിൽ എവിടുന്നും വിലയ്ക്ക് വാങ്ങാൻ പറ്റാത്ത ഒരു സന്തോഷം. ആ സന്തോഷം പ്രാപിച്ച ഒരു പറ്റം ആളുകളാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ആ സന്തോഷം ദേശത്തിലെ ചില കുടുംബങ്ങളിൽ ഉണ്ടാകണം. നാളുകളായി
നാളുകളായി ജീവിതത്തിന്റെ വൈരാഗ്യങ്ങൾ പേറി മനുഷ്യൻ തമ്മിൽ മിണ്ടാതെ തമ്മിൽ ചിത്രീകരിച്ച് മനുഷ്യൻ പല മേഖലകളിലും തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു നിങ്ങൾക്ക് നിത്യസമാധാനം തരാൻ നിന്റെ ജീവിതത്തിലേക്ക് അടുത്തു വരുന്ന രാത്രിയാണ്. ഇന്ന് രാത്രിയിൽ നീ അത് അംഗീകരിക്കൂ. ഇന്ന് രാത്രി നീ ആ സത്യത്തിലേക്ക് നീ ഒന്ന് തിരിയൂ സ്നേഹിത. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തെ മാറ്റാൻ ഈ ദൈവം മതിയായ ദൈവമാണ്. പുതിയ നിയമസഭയ്ക്ക് നൽകിയ 14 ലേഖനങ്ങളുടെ രചയിതാവായ പൗലോസ്ലീഹ എന്ന മനുഷ്യൻ ഒന്നാമത്തെ സുവിശേഷ വിരോധിയാണ്. ഒന്നുകൊണ്ട് പറഞ്ഞാൽ നിന്നേക്കാൾ നമ്പർ 1 വിരോധി. അവൻ ചെയ്ത ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് ബൈബിളിൽ മടി കാണിച്ചില്ല, കൃത്യമായിട്ട് എഴുതി വെച്ചു. പൗലോസിനി ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഈ പുസ്തകം അവിടെ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാണെന്നല്ലേ. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ താളുകൾ മറിച്ച് നോക്കുമ്പോൾ പുള്ളിക്ക് എന്നാ കുറ്റബോധമായിരിക്കും അല്ലേ? മിണ്ടിയില്ല. അതുകൊണ്ട് പുള്ളി എഴുതിയ ലേഖനത്തിൽ ഞാൻ പണ്ട് കാണിച്ച ആ കലാപരിപാടികൾ ഓർമ്മ വന്നപ്പം പുള്ളി കുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലൊരു പദം ഞാൻ പറയാം. ഈ മാർഗക്കാരെ വീടുകൾ തോറും കയറി ഇറങ്ങി പിടിച്ചു വലിച്ചിഴച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിച്ച മനുഷ്യനെ ഈ സത്യം ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ചൊന്ന് തൊട്ടു. അവിടെ വെച്ച് തൊട്ടപ്പോ ഇവരോടുള്ള വൈരുദ്ധ്യം മാറി. അതെന്നാ മാറാൻ കാരണം? അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട് ബൈബിൾ. കൃത്യതയോടുകൂടെ നിങ്ങൾ അറിയണം. ശൗലേ ശൗലേ എന്ന വിളി കേട്ടപ്പം തന്നെ പുള്ളിയുടെ കാലിടറി. എന്താ കാരണം? പറയാം. അതും ചരിത്രമാണ്. റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ ഭരണം നടത്തി ഈ ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ റോമയിൽപ്പെട്ട റോമൻ പൗരന് എബ്രായ പേരുകൾ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതിന് എബ്രായ പുരുഷന്മാരെ കിട്ടിയാൽ ഇവർ പേര് മാറ്റും. നിങ്ങൾ ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ ഇവിടെ വായിച്ചിട്ടുള്ളവരുണ്ടെന്ന് കരുതിയാണ് ഞാൻ നിങ്ങൾക്ക് നേരെ, അത് പുറത്തേക്കല്ലായിരുന്നു, ഇവിടേക്ക് തന്നെയാണ്. അവരുടെ പേര് മാറ്റിയില്ലേ? എന്നുവെച്ചാൽ അവർക്ക് പറയാൻ എളുപ്പത്തിനുള്ള പേരാക്കി. ഇതുപോലെ റോമക്കാർക്കും എബ്രായ പേര് പറയുമ്പം നാക്കുളുക്കി താഴെ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ നാവിന് വഴങ്ങുന്ന പേര് ഇവരുടെ സാമ്രാജ്യത്തിൽ ഈ യഹൂദന്മാർക്കൊക്കെ ഇട്ടു. അങ്ങനെ ഇട്ട പേരാണ് നമ്മൾ വായിക്കുന്ന പൗൽ. കേൾക്കുന്നുണ്ടോ? ഓക്കെ. പക്ഷെ ശൗലെന്നുള്ള പേരാണ് വീട്ടുകാരിട്ടത്. പക്ഷെ അത് റോമക്കാർ പറഞ്ഞ വേറെ വല്ലതും ആകുന്നത് കൊണ്ട് അവരാ പേര് ഉച്ചരിക്കില്ല. പിന്നെ എന്താ സംഭവിക്കുന്നത് പറയാം. ഈ ശൗലിൻ്റെ വീട്ടിലുള്ള ഏറ്റവും അടുത്ത ആളുകൾ മാത്രമേ ആ പേര് വിളിക്കൂ. ഒന്നും കൂടെ പറയട്ടെ. ഇവൻ അധികാരത്തിൻ്റെയും റോമ സാമ്രാജ്യത്തിൻ്റെ ആ പദവിയിലിരുന്നു കൊണ്ട് ഗവർണറെ പോലെ ഭരണം നടത്തി പോകുമ്പം നേരത്തെ ആ പേര് വിളിച്ചവരല്ലേ ഇപ്പം സാറേന്ന് വിളിച്ചത് കൊണ്ട് ഈ പേരും കൂട്ടുകാർ വരെ പലരും അങ്ങ് നിർത്തി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നമ്മുടെ കൂടെ പഠിച്ച ഒരാൾ പോലീസായപ്പോൾ എടാന്ന് വിളിച്ച് കാണും അല്ലേ? പക്ഷെ അവൻ SI ആയിക്കഴിഞ്ഞപ്പോഴോ പതുക്കെ എടാന്നുള്ളത് സാറായി. അതന്നെ അങ്ങനെ അല്ലേ പണി കിട്ടും. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ ഇതുകൊണ്ട് ഈ പേര് ഇപ്പം വിളിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, പുള്ളിയുടെ വീട്ടിലുള്ളവർ മാത്രം വിളിക്കുന്നൊരു പേര്. പക്ഷെ പുറത്ത് മൊത്തം അറിയുന്ന പേര് പൗല്, പൗല്, പൗലോസ്. ഓക്കെ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, അങ്ങനെ പേരിൽ ഇങ്ങനെ പോകുന്ന മനുഷ്യനെ ദമസ്കോസിൽ വെച്ച് വിളിച്ചു, ശൗലേ. ഈ വിളി കേട്ടപ്പം പുള്ളിക്ക് മനസ്സിലായി, എൻ്റെ അപ്പൻ വിളിക്കുന്നതിനേക്കാൾ, എൻ്റെ അമ്മ വിളിക്കുന്നതിനേക്കാൾ എന്നെ അറിഞ്ഞു വിളിച്ച വിളിയാണിത്. അതുകൊണ്ട് ടേൺ ചെയ്യുകയാണ് ഇവൻ്റെ ചിന്താഗതി. ഇവൻ അവിടെ നിന്നുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആരടാ എന്നാണ് സത്യത്തിൽ ചോദിക്കേണ്ടല്ലേ? വേണ്ടിയില്ല. ആരടാ എന്നാണ് തിരിച്ച് മാനുഷിക നിലയിൽ മലയാളികളാണ് ചോദിക്കും. ആരടാ എന്നെ അങ്ങനെ വിളിച്ചേ?
എൻ്റെ പേര് നിനക്കറിയത്തില്ല, എൻ്റെ പദവി അറിയത്തില്ലടാ എന്നൊക്കെ പറഞ്ഞ് നെഞ്ചു വിരിച്ചേനെ. പക്ഷേ ഈ പേര് കേട്ടപ്പോൾ, വിളിയുടെ ആഴം മനസ്സിലാക്കിയപ്പം പുള്ളിക്ക് മനസ്സിലായി. പുള്ളി ചോദിച്ച ചോദ്യം കേട്ടോ, നീ ആരാകുന്നു കർത്താവേ? എനിക്കൊരു കാര്യം മനസ്സിലായി സ്നേഹിത, ഒറ്റ വിളി വിളിച്ചാൽ മതി, നീ അന്നേരം മനസ്സിലാക്കൂ യേശു ആരാണെന്ന്. ഞങ്ങൾ പറയുന്ന യേശുവിനെ കുറിച്ച് പിടികിട്ടിയോ? അല്ലാതെ യേശു ആണെന്ന് ദൈവത്വം തെളിയിക്കാൻ വേണ്ടി നാക്ക് കുറച്ച് വെളിയിലോട്ടിട്ട് കാലിങ്ങനെ വെച്ച് കൊടുവാളും പിടിച്ച് ഉറഞ്ഞു തുള്ളേണ്ട കാര്യമൊന്നും കർത്താവിന്. അയ്യോ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ യേശുവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. യേശുവിന് കുറേ കൈയെല്ലാം കൂടെ വന്നിട്ട് ദൈവമാണെന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കേണ്ട കാര്യമുണ്ടോ? എൻ്റെ യേശുവിന് അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട കാര്യമില്ലെന്ന്. യേശു നിന്നെ ഒറ്റ പേര് വിളിച്ചാൽ നീ ആരാണെന്ന് നിനക്ക് ബോധ്യം വരുത്തി നിന്റെ ജീവിതത്തിൽ ജീവിക്കുന്ന ദൈവത്തെ മനസ്സിലാക്കാൻ ഈ ദൈവത്തിന് കഴിവും ആ ദൈവത്തിന് ശക്തിയുമുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കട്ടെ. ദേശമൊന്നറിയൂ യേശു ആരാണെന്ന്. ഓട്ടെ, സമയം തീർന്നു. നമ്മളാണ് ഒന്നാമത്തെ അറിവിൻ്റെ അനുബന്ധ ഭാഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുകയും കൂടാണ്. ഞാൻ പറഞ്ഞു നിർത്തിയേക്കാം. യേശുക്രിസ്തു ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റത്തിൽ പിന്നീട് സംഭവിച്ച പദപ്രയോഗം, വീടുകൾ തോറും കയറിയിറങ്ങി സ്ത്രീ പുരുഷന്മാർ ഭേദമന്യേ വ്യത്യാസമന്യേ ഏവരെയും വലിച്ചിഴക്കിക്കൊണ്ടുപോയ മനുഷ്യനെ സുവിശേഷം ഇടപെട്ടപ്പോൾ ഈ പുള്ളി ചെയ്ത് കേൾക്കണോ? വീടുകൾ തോറും കയറിയിറങ്ങി പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ യേശുക്രിസ്തു ദൈവമെന്നു പറഞ്ഞു അവൻ പ്രസംഗിച്ചു. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഈ ദേശത്തോട് ഉറക്കെ പ്രഖ്യാപിക്കുന്നു, സ്നേഹിത, ഞങ്ങൾക്കും ഉലകത്തിൽ ഒട്ടനവധി സങ്കല്പ ദൈവങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പരിചയപ്പെട്ട ഏക സത്യ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ ഞങ്ങളെ പേർ ചൊല്ലി വിളിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ ഇടപെടലുകൾ ഉണ്ടായി. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകൾക്കും മാറ്റങ്ങൾ വരുത്തിയ ഉലക ചരിത്രത്തിൽ ഒരു സത്യ ദൈവത്തെ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നു. അവൻ്റെ പേരാണ് സാക്ഷാൽ ജീവിക്കുന്ന ദൈവമായ യേശുക്രിസ്തു. അപ്പോൾ ഈ ഒരു അറിവ് ഞങ്ങൾക്കുണ്ട്. ഇനി രണ്ടാമത്തെ അറിവും കൂടെ പറഞ്ഞങ്ങ് വിട്ടേക്കാം. വായിപ്പിച്ച് സമയം വിശാലമായി വിവരിക്കേണ്ട ഒരു പദപ്രയോഗമാണ്. അതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോ. ഈ പദം 1-2 മിനിറ്റകത്ത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ്. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്, കൂടാരമായിരിക്കുന്ന നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനം സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. രണ്ടാമത്തെ അറിവ് നമ്മൾ ഇവിടെ സമർത്ഥിച്ചു കഴിഞ്ഞു. ആ അറിവ് ഏതാണ്? കൂടാരമായിരിക്കുന്ന ഞങ്ങളുടെ ഭൗമഭവനം ഇവിടെ അഴിഞ്ഞു പോകുമെന്ന്. ഈ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന്. സ്നേഹിത, ഇന്ന് ഞങ്ങൾ കയറിക്കിടക്കുന്ന ഇവിടുത്തെ വീടുകളുണ്ടല്ലോ, ഒരുപക്ഷെ നിങ്ങളുടെ നോട്ടത്തിൽ അമ്പര ചുംബികളായിരിക്കുന്ന ഒരു വലിയ സൗധങ്ങളൊന്നുമല്ല. സാധാരണ ഒരു പെരയാണ് ഞങ്ങൾക്കുള്ളത്. സാധാരണ ഒരു ഷെഡിനകത്താണ് ഞാനും നിങ്ങളുമൊക്കെ കിടക്കുന്നത്. പക്ഷേ ഇതിനകത്തും ഞങ്ങൾ യേശുവിനെ വിട്ടുപിരിയാതെ, യേശുവിന് വേണ്ടി ഇത്ര ത്യാഗം സഹിച്ചും യേശുവിനെ ഉയർത്താൻ ഞങ്ങൾ കാണിക്കുന്ന ആവേശം എന്തെന്ന് പറയട്ടെ, ഇതെല്ലാം ഇവിടെ തകർന്നാലും, ഒന്നുകൂടെ പറഞ്ഞാൽ, ആ കൂടാരം നിന്റെ ശരീരമാകട്ടെ, ആ കൂടാരം നിന്റെ ശരീരമാകട്ടെ, ഈ ശരീരം ഇവിടെ ഉടയേണ്ടി വന്നാലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കൂടാരം ഇവിടുത്തെ കെട്ടിടങ്ങളല്ല, ഇവിടുത്തെ മനോഹരമായ ആരോഗ്യ പുഷ്ടിയുള്ള ഒരു ശരീരമല്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കൂടാരം ഞങ്ങൾക്ക് കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അത് തിരിച്ചറിഞ്ഞവരാണ് ഇന്ന് രാത്രിയിലും കാലാവസ്ഥകളുടെ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും ഇന്ന് രാത്രിയിൽ യേശുവിനെ ഉയർത്താൻ ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നത്. സ്നേഹിത, ഞങ്ങളെ വഴിത്തലക്കൽ നിങ്ങൾക്ക് അരിഞ്ഞു വീഴ്ത്താം, നിങ്ങളുടെ ആയുധത്തിന് അത് കഴിയും. ഇതഴിഞ്ഞു പോകുന്നത് കൊണ്ട് നിങ്ങൾക്കത് കഴിയും. പക്ഷേ ഞങ്ങൾക്ക് ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ മറ്റൊരു വീട് ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതങ്ങ് അകലെയൊന്നുമല്ല സ്നേഹിത. എവിടെ വെച്ച് നിങ്ങൾ ഞങ്ങളുടെ പ്രാണനെ
ഈ കൂടാരത്തിൽ നിന്നും, ശരീരമെന്ന കൂടാരത്തിൽ നിന്നും നിങ്ങൾ പറിച്ചെടുത്ത് മാറ്റാൻ ശ്രമിക്കുമോ, അപ്പോഴേ കൂടുവിട്ട് പറന്ന് അവിടേക്ക് ചെന്ന് കയറും. ഇന്ന് രാത്രി ഞങ്ങൾക്ക് സന്തോഷത്തോടെ അഭിമാനത്തോടെ ഈ സന്ദേശം ദേശത്തോട് വിളംബരം ചെയ്യുന്നതിൽ അഭിമാനമുണ്ട്. സ്നേഹിത, കൂടാരം തകരുമെന്നുള്ള ബോധ്യമുണ്ട്. പക്ഷേ തകരപ്പെടാത്ത ഒരു കൂടാരം, കൈപ്പണിയല്ലാത്ത ഒന്ന് ദൈവം ഞങ്ങൾക്ക് സ്വർഗത്തിൽ കരുതി വച്ചിരിക്കുന്ന അറിവ് ഞങ്ങൾക്കുള്ളപ്പോൾ ഞങ്ങൾക്കിവിടെ ആയുധമെടുത്ത് പോരാടാൻ ഞങ്ങൾ നിൽക്കില്ല. അവരന് നേരെ, ഈ ഇതര മതത്തിന് നേരെ, മതത്തിന്റെ ചിന്താഗതികൾക്ക് നേരെ ഞങ്ങൾ ആയുധമെടുത്ത് പോരാടില്ല. പക്ഷെ ഇന്ന് രാത്രി ഞങ്ങൾ ഒരു കാര്യം പറയാ, ഞങ്ങളുടെ ശരീരം തകർക്കേണ്ടി വന്നാലും ഈ ദേശം ഞങ്ങൾ ഉറക്കെ ആ സത്യം അറിയേണ്ടതിന് വേണ്ടി വിളംബരം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഒന്നൊരുക്കി വെച്ച ഒരു ദൈവമുണ്ടെന്നും അവിടേക്ക് ഞങ്ങൾക്കൊരു പ്രവേശനമുണ്ടെന്നും ഇന്ന് രാത്രി ഞങ്ങൾ തിരിച്ചറിഞ്ഞവരാണ്. അങ്ങനെ ഒന്നില്ല എന്ന് കരുതുന്നവരാണ് സംഘബലം കൊണ്ടും അംഗബലം കൊണ്ടും ആൾബലം കൊണ്ടുമൊക്കെ പലതും ഇവിടെ പടുത്തുയർത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടേക്ക് മതങ്ങളും രാഷ്ട്രീയങ്ങളുമൊക്കെ ഒരുമിച്ച് കരം കോർത്തു പിടിക്കുമ്പോൾ അതിന് ദേശത്തിൻ്റെ മുഴുവനും ഭാഗങ്ങളെ കീഴ്മേൽ മറയ്ക്കുന്ന വിധത്തിലുള്ള ഒരു ശക്തി ഉണ്ടായെന്ന് വരാം. പക്ഷെ ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ചെയ്യുന്നത് കേൾക്കണോ? നിങ്ങൾ എവിടൊക്കെ ഞങ്ങളെ ഉപദ്രവിച്ചാലും, നിങ്ങൾ എവിടെല്ലാം ഞങ്ങളെ വെട്ടിവീഴ്ത്താൻ ശ്രമിച്ചാലും അവിടേക്കൊക്കെ നെഞ്ചും വിരിച്ച് ഞങ്ങൾ വീണ്ടും വരുന്നതിൻ്റെ കാര്യം, ഞങ്ങൾക്ക് ഇതിനപ്പുറം മറ്റൊരു കൂടാരമുണ്ടെന്നുള്ള തിരിച്ചറിവ് ഞങ്ങളിൽ ദൈവാത്മാവ് പരമേൽപ്പിച്ച ആ ദൗത്യത്തിൻ്റെ ചിന്താഗതി ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ആവേശത്തോടുകൂടെ ദേശം കേൾക്കെ പറയുന്നു, കൂടെ പറപ്പേ, നിങ്ങൾക്കിവിടെ ബഹുനില കെട്ടിടങ്ങളോ ഒരുപക്ഷെ നിന്റെ ശരീരമെന്ന പുഷ്ടിയുള്ള ആ ആരോഗ്യമുള്ള ഒരു കൂടാരമോ താങ്കൾക്കുണ്ടാ എന്ന് വരാ. ഇവിടം വിട്ടാൽ നിങ്ങൾ എവിടെ ചെന്ന് ചേരും? സ്നേഹിത, അതിനെക്കുറിച്ച് ഉറപ്പില്ലെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന ആ ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ വാ. ഇന്ന് രാത്രി യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയൂ. നിങ്ങൾക്ക് വേണ്ടി കൈപ്പണിയല്ലാത്ത, ആർക്കും നശിപ്പിക്കാൻ കഴിയാത്ത ഒരു നിത്യഭവനം സ്വർഗത്തിൽ ഒരുക്കപ്പെട്ട് ദൈവം നിനക്ക് വേണ്ടി കാതോർത്ത് നിൽക്കുകയാണ്. ആ സത്യത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാതന്ത്ര്യം ക്ഷണിക്കുകയാണ്. ഞാൻ വേഗത്തിൽ പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ മൂന്നാമത്തെ ചിന്തയും കൂടെ പറയാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് ഡിസോർഡറായി പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ആ വാക്യം ഒന്ന് വായിപ്പിച്ചേക്കാം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ഒന്നാമത്തെ അറിവ് നിങ്ങൾക്ക് ബോധ്യം വന്നു എന്ന് കരുതുന്നു, ഏക സത്യ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. രണ്ടാമത്തെ അറിവ് നിങ്ങളിലേക്ക് സമർത്ഥിക്കുന്നു, കൈപ്പണിയായ ഈ കൂടാരം ഇവിടെ അഴിഞ്ഞു പോകുമ്പോൾ കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം നമുക്ക് സ്വർഗത്തിലുണ്ടെന്നുള്ള അറിവ് രണ്ടാമത്തെ അറിവാണ്. ഇനി മൂന്നാമത്തെ അറിവ് വളരെ ശ്രദ്ധേയമായ വാചകമാണ്. ആ വാചകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നു. 4:14, 2 കൊരിന്ത്യർ 4:14. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവിനോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. എന്തറിഞ്ഞെന്നായി പറഞ്ഞേ? അറിവ് കേൾക്കണ്ടേ? കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവിൽ ഞങ്ങളെയും ഉയർപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നെന്ന്. അപ്പം ഞങ്ങൾക്ക് ഈ സത്യദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, മരണം കൊണ്ടൊന്നും തീരത്തില്ല ഈ ദൈവത്തോടുള്ള ബന്ധം. മരിച്ചു മൺമറഞ്ഞാലും അവിടുന്ന് ഞങ്ങളെ ഉയർപ്പിക്കാൻ കഴിവുള്ള ഒരു ശക്തിയാണ് ഞങ്ങൾ വിളിച്ച ദൈവമെന്ന്. ഇന്ന് രാത്രിയിൽ മരിച്ചവർക്ക് വേണ്ടി കർമ്മങ്ങളും ആചാരങ്ങളുമായി ജീവിച്ചിരിക്കുന്ന ബന്ധുമിത്രാദികൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്താം സ്നേഹിത, ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ ആത്മാവിന് വേണ്ടി ഞങ്ങളുടെ സഭകളോ ഞങ്ങളുടെ കാർമ്മികത്വം ചെയ്യുന്ന ശുശ്രൂഷകന്മാരോ പിന്നീട് ഒരു കർമ്മ ശുശ്രൂഷ ഇവിടെ ചെയ്യില്ല. എന്താണ് കാരണം? ഉത്തരം പറയാം. മണ്ണിലടക്കേണ്ടി വന്നാൽ ആ മണ്ണിൻ്റെ 6 അടി മണ്ണിലേക്ക് ദൈവിക ശബ്ദം ഊളിയിട്ട് ഇറങ്ങി അവിടുന്ന് തിരിച്ച് ഉയർപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിൽ ജീവനോടിരുന്നപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചത് കൊണ്ട് ഏത്
ഏത് വിഭാഗത്തിൽപ്പെട്ടവനെയും, ഏത് വർഗത്തിൽപ്പെട്ടവനെയും, ഏത് ശാപത്തിന്റെ മാറാല മൂടിയ വീട്ടിനകത്ത് വാർത്തവനെയും മണ്ണിലേക്ക് നിങ്ങൾ വെട്ടി ഒതുക്കിയാൽ അവിടുന്ന് തിരിച്ചു വിളിച്ചു കയറ്റാൻ കഴിവുള്ള ഒരു ദൈവം ഉലകത്തിലുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന ജീവിക്കുന്ന ദൈവമായ യേശു ക്രിസ്തു അല്ലാതെ ഉലകത്തിൽ മറ്റൊരുവനില്ല. ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നതിൻ്റെ ആഴം യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് തന്നെ. പൗലോസ്ലീഹ പറഞ്ഞൊരു പദപ്രയോഗമുണ്ട്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമത്രേ. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ആവേശത്തോടെ പറയുന്നു, യേശുവിനെ ഉയർപ്പിച്ച ആത്മാവ് ഞങ്ങളെയും ഉയർപ്പിക്കും എന്ന് ഞങ്ങൾ അറിഞ്ഞു. ആ അറിവാണ് ഞങ്ങളെ ഇന്ന് രാത്രിയിൽ ഈ ദേശത്തൊരുമിച്ച് കൂടാൻ, ഇങ്ങനൊരു യോഗം ദേശം കേൾക്കെ ഈ സന്ദേശം പറയാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച ഘടകം. കൂടപ്പുറപ്പേ പറ, ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ തല്ലാനാണോ തോന്നുന്നത്? ഇത് കേട്ടിട്ട് ഞങ്ങളെ വെട്ടി വീഴ്ത്താനാണോ തോന്നുന്നത്? ഒരു സത്യ ദൈവമുണ്ടെന്നും നിങ്ങൾ മറക്കരുതേ. മനസ്സിൽ കോറിയിട്ട വചനം ഞാൻ അടുക്കോടെ ചേർത്ത് വയ്ക്കുകയാണ്. കരമുയർത്തി ഇനിയെങ്കിലും ഒരു അല്ലിലിയ പറഞ്ഞേ. ഇപ്പോഴൊരാശ്വാസമായല്ലേ? ഇതിടയ്ക്കൊക്കെ ഒന്ന് പറയിപ്പിച്ചിരുന്ന ഞങ്ങൾ നൂറേ നിൽക്കിയാലെന്നല്ലേ. പോട്ടെ, നാട്ടുകാരെ ഞാൻ ഉദ്ദേശിച്ചാണ് വേഗത്തിൽ പറഞ്ഞു പോയത്. ഏക സത്യ ദൈവം, ആ ദൈവത്തെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞതാ നിങ്ങളോട് പറഞ്ഞ് പാട്ടിലൂടെ മനോഹരമായി നമ്മുടെ കാഹളനാദമല്ലേ, കാഹളനാദം ടീം ഭംഗിയായിട്ട് പാടി കർത്താവിനെ കുറിച്ച്. നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റിയില്ലായിരുന്നു. അതാ പ്രഭാഷണമായിട്ട് ഞാൻ നിർത്തി അങ്ങോട്ട് പറഞ്ഞു തന്നെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇനി രണ്ടാമത്തെ ഞങ്ങളുടെ അറിവ് എന്തായിരുന്നെന്ന് പറയണ്ടേ? രണ്ടാമത്തെ അറിവ്, ഞങ്ങൾക്ക് കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ലൈഫിൻ്റെ വീട് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. അണ്ടേ ആരും മിണ്ടിയില്ല. പഞ്ചായത്ത് മെമ്പർ തരാമെന്ന് പറഞ്ഞപ്പോഴാണ് വോട്ടിന് മുമ്പ് തരാം, ഞങ്ങൾ ഏറ്റിട്ടുണ്ട്, ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇപ്പം ചോദിച്ചാൽ പറയും ഇല്ല. അല്ലച്ചാ, നിൻ്റെ ലൈഫിലെ വീട് കണ്ടിട്ടല്ല ഞങ്ങൾ ഈ സത്യദൈവത്തെ സേവിക്കുന്നത്. ഇവിടെ ആരും തന്നില്ലെങ്കിലും ഞങ്ങൾക്ക് അവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ബോധ്യം വന്നല്ലോ അല്ലേ? ഇനി മൂന്നാമത്തെ കാര്യം പറയാം. ഞങ്ങൾ ഈ സത്യം പറയേണ്ടി വന്നിട്ട് ഞങ്ങളെ നിങ്ങൾ എഴുതി വീഴ്ത്താം, പല വിധത്തിൽ ആളുകളെ വിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാം. തീർന്നില്ല, നിങ്ങൾക്ക് വേണേ ഞങ്ങളെ സംഘം ചേർന്ന് ആക്രമിക്കാം. ഞങ്ങളുടെ വാഹനങ്ങൾ കൃത്യമായി നമ്പർ നോട്ട് ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് ഇവിടുന്ന് മാറ്റാം. പക്ഷെ അങ്ങനെ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾ ഈ സത്യം പറയാൻ കാണിക്കുന്ന തൻ്റെ ഇടം എന്താണെന്നറിയാമോ? മരിച്ചു മൺമറയുന്ന സ്ഥലത്തു നിന്നും വിളിച്ചു വേർതിരിക്കാൻ കഴിവുള്ളവനായി ഈ സത്യദൈവം. ആ ദൈവം ഞങ്ങൾക്കുണ്ടെന്ന്. അച്ഛാ, ഞങ്ങളെ വെട്ടി ഇവിടുത്തെ വാഴയുടെ ചുവട്ടിലോട്ട് കുഴിച്ചിട്. നിന്റെ റബ്ബറിന് തടമെടുത്ത് അവിടെ ഇട്ടാലും അവിടുന്ന് ഞങ്ങളെ യോജിപ്പിച്ച് വിളിച്ചു ചേർക്കാൻ തൻ്റെ ഇടമുള്ള ത്രാണിയുള്ള ഉലകം കണ്ടിട്ടുള്ള ഏക ദൈവം, ഞാൻ പ്രസംഗിക്കുന്ന യേശു എൻ്റെ ദൈവമാകയാൽ ഞാൻ അഭിമാനത്തോടെ അവനെ ഉയർത്തുകയാണ്. ഈ സന്ദേശം വീടുകളിലിരുന്നു കൊണ്ടും വീതികളിലിരുന്നു കൊണ്ടും ശ്രദ്ധിച്ച മാന്യ ശ്രോതാവേ, ഇതല്ലാതെ മറ്റൊരു ഉദ്ദേശം ഞങ്ങൾക്കില്ല. ഈ അറിവും നിങ്ങളിലേക്ക് പകരുമ്പോൾ നിങ്ങൾ ഈ സത്യത്തിന്റെ പിന്നാലെ വാ. മരണത്തിന് ശേഷം എന്ത് എന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ മതങ്ങൾ മൗനവ്രതമാചരിക്കുമ്പോൾ മരണത്തിന് ശേഷം വീണ്ടും ആയിരക്കണക്കിന് പണം മുടക്കി ഇനിയും ക്രിയകൾ ചെയ്യണമെന്ന് പറയുന്ന മതങ്ങളുള്ളപ്പോൾ ഇന്ന് രാത്രി പറയാ, ഒരു ക്രിയയും ചെയ്യണ്ട. ആരയച്ചോ അവന്റെ അടുത്തേക്ക് തിരികെ ചേർത്ത് നിനക്ക് സുന്ദരമായ ഒരു ഭാവി ഒരുക്കുന്ന ഒരു നിത്യസത്യ ദൈവമുണ്ട്. 60, 70, 80 വയസ്സുകൊണ്ട് അവസാനിക്കുന്ന ഇഹലോക ജീവിതത്തെ നോക്കിക്കൊണ്ട് നീ ഈ ലോകത്തിൽ വീണ്ടും ജീവിക്കാമെന്ന് കൊതിക്കണ്ട. ഇവിടെ നമ്മൾ വിട്ടുപോയാൽ നമുക്കൊരുക്കുന്ന നിത്യമായിരിക്കുന്ന ആ സൗഭാഗ്യത്തിൽ നിങ്ങളും കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശ്രോതാവേ, ഞങ്ങൾ ഈ യോഗം ക്രമീകരിച്ചിരിക്കുന്നത് കണ്ട് ഞങ്ങൾ ആവേശത്തോടുകൂടി ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഒരിക്കൽ കൂടെ ആദ്യം പറഞ്ഞ അതേ ഞങ്ങളുടെ ആപ്തവാക്യം, മറ്റൊരുത്തനിലും രക്ഷയില്ല. ആ രക്ഷ യേശു ക്രിസ്തുവിൽ മാത്രമാകയാൽ
ആ സത്യദൈവത്തെങ്കിലേക്ക് നിങ്ങളെ ഏവരെയും സവിനയം സാദരം ക്ഷണിക്കുന്നു. സ്നേഹിതാ, ഇന്ന് രാത്രിയിൽ മാറ്റങ്ങൾ മാത്രം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകണമെന്നും അവൻ്റെ ജീവിതത്തിൽ നന്മയും അനുഗ്രഹവും ഉയർച്ചകളും അവൻ്റെ ജീവിതത്തിൽ സൗഭാഗ്യവും സ്വാതന്ത്ര്യവും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ഒരു സത്യദൈവം, ജാതി നോക്കാതെ, മതം നോക്കാതെ, കുലം നോക്കാതെ, വർണ്ണം നോക്കാതെ, വർഗം നോക്കാതെ സകലരെയും സ്നേഹിച്ച് ജീവിക്കുന്ന ദൈവമായ യേശു ക്രിസ്തു എന്ന സത്യത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഇതല്ലാതെ മറ്റൊരു രക്ഷ മാനവകുലത്തിന് ദൈവം ഇറക്കി നൽകിയിട്ടില്ല. ഈ സത്യത്തിലേക്ക് നിങ്ങൾ ഓടിയെടുക്കൂ. ഈ ദൈവം നിങ്ങളെ ആശീർവദിക്കുവാൻ ഇതാ നിന്റെ അരികിൽ തന്നെ നിൽപ്പുണ്ട്. ഏത് ദിക്കിലോട്ടും നീ നിൽക്കട്ടെ, ഏത് ഭാഗത്തോട്ടും നിങ്ങൾ തിരിഞ്ഞു നിന്നോട്ടെ, ദൈവം നിന്നെ ആശീർവദിച്ചുകൊണ്ട് ഈ നിത്യമായ സമാധാനം നിന്റെ ജീവിതത്തിൽ നൽകുവാൻ കരുത്തുള്ള ദൈവമാകയാൽ ഈ ദൈവത്തെങ്കിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടെ ക്ഷണിക്കുകയാണ്. ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ കുറിവാക്യം, ഈ അറിവ് എല്ലാവരിലും ഇല്ല. ആ അറിവ് നിങ്ങളിലേക്ക് അക്കമിട്ട് നിരത്തിയപ്പോൾ അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സത്യത്തിന് വേണ്ടി നിൽക്കാൻ എത്ര പേര് തയ്യാറാകും? ഇന്ന് രാത്രിയിൽ നമുക്ക് ഈ ടെൻറ്റിന് കീഴെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ആത്മാർത്ഥതയോടെ നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കാം. കൊയർ ടീം അതിന് സജ്ജമാകുമല്ലോ. നമ്മുടെ രക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമാകുന്ന യേശു ക്രിസ്തു മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യത്തിനും കാരണമായി തീർന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ഈ പദപ്രയോഗം സൗഭാഗ്യം ഇഹലോകത്തിൽ മാത്രമല്ല, നിത്യത എന്ന ആ വലിയ സൗഭാഗ്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ആ മഹനീയമായ വിളി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിട്ടുണ്ടല്ലോ. ആ സത്യം ഉൾക്കൊള്ളുന്ന ദൈവമക്കൾ ഇന്ന് രാത്രിയിലും ഈ പരസ്യ സ്ഥലത്ത് ഈ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ സമർത്ഥിക്കുമോ? സർവേശ്വനായിരിക്കുന്ന ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ ചേർത്ത് തട്ടി നമുക്ക് ദൈവത്തെ പാടി മഹത്വീകരിക്കാം. എല്ലാ തരങ്ങളും ചലിക്കട്ടെ. ഹല്ലേലൂയ. വീട്ടിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതോ, വീട്ടിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതോ. പരിപൂർണമായ ദൈവിക രാജ്യമിപ്പാരിൽ സ്ഥാപിതമാക്കിടുവാൻ, പരിപൂർണമായ ദൈവിക രാജ്യമിപ്പാരിൽ സ്ഥാപിതമാക്കിടുവാൻ. കാലമെല്ലാം കഴിയും,
ഇന്ന് രാത്രിയിൽ സന്ദേശം കേട്ട മാന്യ ശ്രോതാക്കളെ, മരിച്ചാലും ദൈവം നമ്മളോടുള്ള സ്നേഹം വിട്ടുമാറുന്നില്ല. മരണത്തിന് ശേഷം നമ്മുടെ ഭൗമിക ശരീരങ്ങൾ അടക്കുന്ന കബറടക്കങ്ങളിൽ നിന്ന് തിരികെ വിളിക്കാൻ കഴിവുള്ളവനാണ് യേശു എന്ന് ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുമ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ്, കൂടപ്പിറപ്പേ, അങ്ങനെങ്കിൽ ആ സത്യം എൻ്റെ ജീവിതത്തിലും ഉണ്ടാകാൻ, അങ്ങനെ ഒരു സുന്ദര അനുഭവം എൻ്റെ ജീവിതത്തിലും ഉണ്ടാകാൻ എന്താണ് പോംവഴി എന്നാരെങ്കിലും ചോദിക്കുന്നെങ്കിൽ സ്നേഹിത, ഞങ്ങൾ ഉറക്കെ പറയാം, യേശു ജനിച്ചു എന്ന് പറയുന്ന യെരുശലേമിലേക്ക് നിങ്ങൾ പോകേണ്ട. യേശു ജീവിച്ച ആ ജീവിത ചുറ്റുപാടുകളിൽ തൻ്റെ ജീവിതം കാഴ്ചവെച്ച ഇതര സ്ഥലങ്ങളുണ്ട്, അവിടെ ഒന്നും സന്ദർശിക്കേണ്ട. ഒടുവിൽ തൻ്റെ ജീവിതം സമർപ്പിച്ച ഗോൽഗോത്ത മലയുണ്ട്. വർഷത്തിലൊരിക്കൽ ആ മലമുകളിലേക്ക് മുട്ടയിൽ വലിഞ്ഞു കയറേണ്ട. ഈ ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ യേശുവിനോടുള്ള സ്നേഹത്താൽ പൈൻമരക്കുരിശിന് പകരം ഒരു ചെറിയ കുരിശുണ്ടാക്കി അതും തോളെ പിടിച്ചുകൊണ്ട് നടക്കണ്ട. പിന്നെ എന്താണ് പോംവഴി? പറയാം. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ഇടത്ത് ഞാനൊരു പാവിയാണെന്ന് സമ്മതിക്കണം. ഞാനൊരു പാവിയാണ് ദൈവമേ, എൻ്റെ പാപത്തിനു വേണ്ടി നീ ഈ ലോകത്തിൽ അവതരിച്ച് മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു. ഇനിയും നീ മടങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റുപറയാൻ തയ്യാറായാൽ, നമ്പർ 1, നിങ്ങളുടെ രക്ഷിക്കപ്പെട്ടു. തീർന്നില്ല. ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നവരോട് പറയാം സ്നേഹിത, പിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെയും പുത്രനായിരിക്കുന്ന ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെയും നാമത്തിൽ ജലത്തിലിറങ്ങി മുങ്ങി സ്നാനപ്പെടണം. അതിൻ്റെ തിട്ടയ്ക്ക് നിന്ന് വെള്ളം കോരി തട്ടിയിട്ട് പോകരുത്. പ്ലീസ്, അതിലിറങ്ങി മുങ്ങണം. ഇതാണ് രണ്ടാമത്തെ വഴി. തീർന്നോ? ഇല്ല. വിശുദ്ധിയോടും വേർപാടോടും കൂടെ കാത്തിരുന്ന് അവൻ്റെ ശക്തിയെ പുതുക്കാൻ, അവൻ്റെ ശക്തിയെ ആർജിക്കാൻ ജീവിതത്തെ സമർപ്പിക്കണം. ഇത്രയും നിങ്ങളൊന്ന് ചെയ്യാൻ തയ്യാറായാൽ, നിന്നെ എവിടെ അടക്കിയാലും അവിടുന്ന് വിളിച്ചു വേർതിരിക്കാൻ കഴിവുള്ള ഉലക ചരിത്രത്തിൽ ഒരു ദൈവം, സാക്ഷാൽ ജീവിക്കുന്ന ദൈവമായ യേശു ക്രിസ്തു മാത്രം. ഇന്ന് രാത്രിയിൽ എല്ലാവർക്കും ഈ അറിവില്ലാത്തത് കൊണ്ട് ഈ അറിവ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ ദൈവം അവസരം നൽകി. ഒട്ടും മയം വയ്ക്കാതെ, മായം ചേർക്കാതെ ഈ ദേശം കേൾക്കെ ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, സ്നേഹിതാ, ഇതല്ലാതെ വേറൊരു പോംവഴിയില്ല. ഈ അറിവ് നിങ്ങളിലേക്ക് ഞങ്ങൾ പകരുമ്പോൾ നാളുകളുടെ നീളകളിൽ ഈ സത്യത്തിൻ്റെ പിന്നാലെ നടക്കാൻ നിങ്ങളെ സാദരം ക്ഷണിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സന്ദേശം പറയാൻ അവസരം നൽകിയ ദൈവസഭയ്ക്ക്, സന്ദേശം ശ്രദ്ധിച്ച എൻ്റെ മാന്യ ശ്രോതാക്കളായി, ഓഡിയൻസായി എൻ്റെ മുൻപിൽ അണിനിരന്ന എല്ലാ ഭക്തകേസരികൾക്കും, വിദൂരങ്ങളിൽ വീടുകളിൽ വീതികളിലൊക്കെ ശ്രദ്ധിച്ച എല്ലാ പ്രബുദ്ധരായ ഇതര മതവിഭാഗത്തിൽപ്പെട്ട എൻ്റെ നല്ല ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.